ഇസ്ലാമിന്റെ ആരംഭം, വിശ്വാസത്തിന്റെ വെളിച്ചം. മക്കയിൽ കഠിനമായ ദിവസങ്ങൾ ആരംഭിച്ചിരുന്നു. അന്ന് ഇരുമ്പിന്റെ പണിക്കാരമായ ഖബ്ബാബ് ബിൻ അറത്ത് പതിവുപോലെ തന്റെ പണിശാലയിലായിരുന്നു. പക്ഷേ അന്നവിടെ ജോലി ചെയ്യാനായിരുന്നില്ല. അയാളുടെ കൈകളും കാലുകളും ശക്തമായി ബന്ധിക്കപ്പെട്ടിരുന്നു. രക്ഷപ്പെടാൻ കഴിയാതെ താൻ ഒരു കാലത്ത് ഇരുമ്പിന് രൂപം നൽകിയിരുന്ന അതേ സ്ഥലത്ത് അയാൾ നിസ്സഹായനായി നിന്നു. ആളുകൾ ഖബ്ബാബിനെ നോക്കി അലറി വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവു പറയുന്നവനാണെന്ന് മാത്രം പറയുക, ഞങ്ങൾ നിന്നെ വിട്ടയക്കാം. അയാൾ മണിക്കൂറുകളോളം കഴിച്ചുകൂട്ടിയ പണിശാലയിലെ ചൂടുള്ള തീയിലേക്ക് വിരൽ ചൂണ്ടി അവർ ദേഷ്യത്തോടെ പറഞ്ഞു. ആ തീയിലിട്ട് ചുവന്നു തുടുത്തൊരിരുമ്പ് അവർ ചൂടാക്കിക്കൊണ്ടിരുന്നു. അവരെന്തിനാണിത് ചെയ്യുന്നതെന്ന് ഖബ്ബാബിന് കൃത്യമായി അറിയാമായിരുന്നു. ഇരുമ്പ് കൂടുതൽ ചൂടുള്ളതും തിളക്കമുള്ളതുമായപ്പോൾ ഭയം അയാളുടെ ഹൃദയത്തിൽ നിറഞ്ഞു. അവസാനം അവരാ ചുട്ടുപൊള്ളുന്ന ഇരുമ്പ് തീയിൽ നിന്ന് പുറത്തെടുത്തു. ഭയാനകമായ നിമിഷം വന്നെത്തി. ഒരൊറ്റ വാക്ക്, റസൂലുള്ളാഹിയെക്കുറിച്ച് പറയുന്ന ഒരൊറ്റ കള്ളം മതി, അയാളുടെ വേദനയ്ക്ക് അറുതി വരുമായിരുന്നു. പക്ഷേ ഒരിക്കലും അയാൾക്കത് പറയാൻ കഴിയുമായിരുന്നില്ല. ഈ വേദനകളെല്ലാം അയാൾക്ക് സംഭവിച്ചത് ഒരൊറ്റ കാരണത്താലാണ്. റബ്ബി അല്ലാഹ്, എന്റെ നാഥൻ അല്ലാഹുവാണ്. അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നയാൾ പറഞ്ഞതുകൊണ്ടു മാത്രം. ഭയത്തേക്കാൾ ശക്തമായിരുന്നു വിശ്വാസത്തിന്റെ ആ വെളിച്ചം. എന്നാൽ കടുത്ത ക്രൂരതയോടെ അവർ ചുട്ടുപൊള്ളുന്ന ഇരുമ്പ് അയാളുടെ തലയിൽ അമർത്തിവെച്ചു. സഹിക്കാനാവാത്ത വേദനയാൽ അയാൾ പൊള്ളി. അയാളുടെ നിലവിളി ആരുടെയും ഹൃദയം തകർക്കുമായിരുന്നു. എങ്കിലും അവർക്ക് അയാളെ കൊല്ലേണ്ടിയിരുന്നില്ല. അവരയാളെ അപമാനിക്കാനും അയാളുടെ അഭിമാനം കവർന്നെടുക്കാനും ശക്തമായ വിശ്വാസം തകർക്കാനും ആഗ്രഹിച്ചു. അന്നമാറിന്റെ അടിമയും ഇരുമ്പുപണിക്കാരനുമായ ഖബ്ബാബ് ദീനുൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല. ഇങ്ങനെയൊരു ധൈര്യം ജനങ്ങൾക്കിടയിൽ പടരുന്നത് ഖുറൈശികൾ അനുവദിച്ചിരുന്നില്ല. അതിനാൽ ദണ്ഡനം കരുണയില്ലാതെ തുടർന്നു. ഖബ്ബാബ് പിന്നീട് തനിക്ക് സംഭവിച്ചത് വിവരിച്ചു. ഒരു ദിവസം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ എന്നെ പിടികൂടി തീ കത്തിച്ച് എന്റെ പുറത്തെറിഞ്ഞു. അവരിലൊരാൾ എന്റെ നെഞ്ചിൽ ചവിട്ടി അടിയിലെ തീ കെട്ടുപോകുന്നതുവരെ എന്നെ അമർത്തിപ്പിടിച്ചു. ഈ കഷ്ടപ്പാടുകളെല്ലാം, ഈ വേദനകളെല്ലാം അയാൾ അനുഭവിച്ചത് റബ്ബി അല്ലാഹ്, അല്ലാഹു അഹദ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നു പറഞ്ഞതിനാൽ മാത്രമായിരുന്നു. ഈ പുതിയ മതം എല്ലാം മാറ്റിമറിച്ചു. ഒരു സാധാരണ അടിമയായ ഖബ്ബാബ് തന്റെ ക്രൂരരായ യജമാനന്മാരെക്കാൾ അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ എങ്ങനെ ഉന്നതനാകും? കറുത്തവനും വെളുത്തവനും ധനികനും ദരിദ്രനും ശക്തനും ദുർബലനും ശരിക്കും തുല്യരാകുമോ? ഖബ്ബാബിന് സമ്പന്നരും ആദരണീയരുമായ ആളുകൾക്കരികിൽ തലയുയർത്തിയിരിക്കാൻ കഴിയുമോ? ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളും സ്ത്രീകളും പുരുഷന്മാരും വിശ്വാസത്തിന്റെ പേരിൽ മാത്രം ഒരേ സ്ഥലത്ത് ഒരുമിച്ചിരിക്കാൻ കഴിയുമോ? ഈ മതത്തിന് ശരിക്കും സ്ത്രീകൾക്ക് മൂല്യം നൽകാനും പെൺമക്കളെ സംരക്ഷിക്കാനും അൽ ജന്നത്തു തഹ്ത അഖ്ദാമിയല്ലുമ്മഹാത്ത്, മാതാക്കളുടെ പാദങ്ങൾക്ക് താഴെയാണ് സ്വർഗം എന്ന് പഠിപ്പിക്കാനും കഴിയുമോ? മാതാക്കളെ മുൻപെങ്ങുമില്ലാത്ത വിധം ബഹുമാനിക്കണമെന്ന ഈ ആശയം ഖുറൈശികളെ ഭയപ്പെടുത്തി. കാരണം ഇത് അവർ വിശ്വസിച്ചിരുന്ന എല്ലാറ്റിനെയും വെല്ലുവിളിച്ചു. ഇത് വെറുമൊരു വിശ്വാസപരമായ മാറ്റമായിരുന്നില്ല, മറിച്ച് സമൂഹത്തിലുണ്ടാകുന്ന സമ്പൂർണ്ണ മാറ്റമായിരുന്നു. അവരൊരു നിയമത്തിൽ വിശ്വസിച്ചിരുന്നുവെങ്കിലും അവരുടെ വ്യവസ്ഥിതിയിൽ അല്ലാഹുവിന് നിയന്ത്രണമുണ്ടാകില്ലെന്ന് അവർ കരുതി. അവർക്കിഷ്ടമുള്ളതുപോലെ നിയമങ്ങൾ നിർമ്മിക്കാനും ആളുകളോട് മോശമായി പെരുമാറാനും കഴിയുമെന്നവർ വിചാരിച്ചു. ആളുകൾ ഇഷ്ടമുള്ളത് സംസാരിക്കുമ്പോൾ അല്ലാഹു മൗനം പാലിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഈ സത്യം സ്വഹാബികൾക്കറിയാമായിരുന്നു. ഒരു പ്രയാസത്തിനും അവരെ വിശ്വാസം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കാൻ കഴിഞ്ഞില്ല. വിശ്വാസം നിലനിർത്താൻ വലിയ ധൈര്യം ആവശ്യമായിരുന്നു. ഖബ്ബാബ് ബിൻ അറത്തിനെപ്പോലെ നിരവധി അനുചരന്മാർ കഠിനമായ പീഡനങ്ങൾ നേരിട്ടു. ചിലരെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ വെയിലത്ത് ഉപദ്രവിക്കാൻ നിർബന്ധിച്ചു. മറ്റു ചിലരെ വീടുകളിൽ പൂട്ടിയിട്ട് കുടുംബാംഗങ്ങളെ കാണാൻ അനുവദിക്കാതെ പട്ടിണിക്കിട്ടു. ചിലരെ അമ്മമാർ നിർബന്ധിച്ചു, നിങ്ങൾ വിശ്വാസം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ മരിക്കുന്നതുവരെ ഞാൻ ഭക്ഷണം കഴിക്കില്ല,
ചിലരെ ബന്ധുക്കൾ കെട്ടിയിട്ട് ഉപദ്രവിച്ചു. മറ്റു ചിലരെ ചുട്ടുപൊള്ളുന്ന മണലിലേക്ക് എറിയുകയും പട്ടിണിക്കിടുകയും വലിയ ചൂടുള്ള കല്ലുകൾ നെഞ്ചത്ത് വയ്ക്കുകയും ചെയ്തു. ചിലരെ ബോധം നഷ്ടപ്പെട്ട് വ്യക്തമായി ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഉപദ്രവിച്ചു. വേദന കാരണം ചിലർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കള്ളമാണ് എന്ന് അവരെക്കൊണ്ട് പറയിപ്പിക്കാൻ അവർ ചെയ്യാത്തതായി ഒന്നുമില്ലായിരുന്നു. എന്നാൽ ഇത്രയൊക്കെയായിട്ടും വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞില്ല, അത് വളർന്നുകൊണ്ടേയിരുന്നു. ഇത്രയേറെ ധൈര്യവും ശക്തിയും നൽകുന്നൊരു വിശ്വാസം എങ്ങനെ തെറ്റാകും എന്ന ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. ഭാവിയിൽ ആയിരക്കണക്കിന് സ്വഹാബികൾ വലിയ ത്യാഗങ്ങൾ ചെയ്യുമായിരുന്നു. ഇത്രയധികം പേർക്ക് തെറ്റിദ്ധരണ പറ്റാൻ കഴിയുമോ? ഇതവരുടെ ആത്മാവിന് ആഴത്തിൽ സ്പർശിച്ച ഒരു വിശ്വാസമായിരുന്നു. വെറുമൊരു മനുഷ്യനുണ്ടാക്കിയ കഥ മാത്രമായിരിക്കുമോ ഇത്? സത്യമില്ലാത്ത ഓരോരാശയത്തിന് ആളുകൾക്ക് ഇത്രയും ശക്തി നൽകാൻ കഴിയുമോ? രഹസ്യദഅവത്തും ദാറുൽ അർഖമും. എങ്കിലും ഖുറൈശികൾക്കത് മനസ്സിലായില്ല. ഇസ്ലാമിന്റെ ആദ്യ നാളുകളിൽ കഠിനമായ ദിവസങ്ങൾ ആരംഭിച്ചിരുന്നു. റസൂലുള്ളാഹി അലൈഹിസ്സലാത്തു വസ്സലാം വിശ്വാസം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നില്ല. എന്നിട്ടും സന്ദേശം രഹസ്യമായി ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് പടരുകയായിരുന്നു. ചിലരത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ചിലർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയുമായിരുന്നില്ല. ചിലരതൊരു വലിയ പ്രശ്നമായി കണ്ടു. തുടക്കത്തിൽ ഖുറൈശി നേതാക്കൾ ശ്രദ്ധിക്കാത്ത പോലെ നടിച്ചു. എന്നാൽ വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുന്നത് കണ്ടപ്പോൾ അവർ പ്രവാചകനെ പരിഹസിക്കാൻ തുടങ്ങി. നബിയുടെ നല്ല പേര് കളവുകൾ കൊണ്ട് നശിപ്പിക്കാൻ അവർ ശ്രമിച്ചു. അവർ തന്നെ അവരുടെ വാക്കുകൾ വിശ്വസിച്ചിരുന്നില്ല. അവർ ഒരു കാലത്ത് അൽ അമീൻ എന്ന് വിളിച്ച അതേ വ്യക്തിയെ അവർ കളവുകാരൻ, ഭാഗ്യം പറയുന്നവൻ, മാരണകാരൻ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ സത്യം വ്യക്തമായിരുന്നു. വിശ്വാസികളെ ഉപദ്രവിക്കുക എന്നതല്ലാതെ അവർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു കാര്യം അവർ കണ്ടില്ല: ഇസ്ലാം സൂര്യനെപ്പോലെയായിരുന്നു. ഖുറൈശിക്കോ മറ്റാർക്കോ അതിനെ ഊതിക്കെടുത്താൻ കഴിയുമായിരുന്നില്ല. ദിവസം തോറും കൂടുതൽ ആളുകൾ വിഗ്രഹാരാധകരെ ഉപേക്ഷിച്ച് നൂറിനോ വെളിച്ചത്തിനും ചുറ്റും ഒരുമിച്ചുകൂടി. ആദ്യത്തെ 3 വർഷത്തേക്ക് വിശ്വാസികളെ സംരക്ഷിക്കാൻ ഇസ്ലാമിലേക്കുള്ള ക്ഷണം രഹസ്യമായി തുടർന്നു. രഹസ്യമായിരുന്നെങ്കിൽ പോലും അല്ലാഹുവിന്റെ ആയത്തുകൾ പഠിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് ഒരുമിച്ചുകൂടാൻ ഒരിടം ആവശ്യമായിരുന്നു. അത്തരമൊരു സ്ഥലമില്ലാതെ അവർക്കെങ്ങനെ അവരുടെ ദീൻ പഠിക്കാൻ കഴിയും? അവർക്ക് ഒരു തരം വിദ്യാലയം ആവശ്യമായിരുന്നു. പക്ഷേ അത് എവിടെയായിരിക്കും? അത് അബൂബക്കറിന്റെ വീട്ടിലാകാൻ കഴിയില്ലായിരുന്നു. അദ്ദേഹം പ്രശസ്തനായിരുന്നു. സന്ദർശകർ വരുന്നതും പോകുന്നതും ആളുകൾ ശ്രദ്ധിക്കുമായിരുന്നു. സുബൈർ, ത്വൽഹ, ഉസ്മാൻ എന്നിവരുടെ വീടുകളിലും സാധ്യമല്ലായിരുന്നു. ഇവയെല്ലാം പ്രശസ്തമായ പേരുകളായിരുന്നു. ഇവരെ സന്ദർശിക്കുന്ന ആർക്കും അപകടമുണ്ടാകാം. റസൂലുള്ളാഹി അലൈഹി അസ്സലാത്തു വസ്സലാം സാധ്യമായ എല്ലാ വഴികളെക്കുറിച്ചും ചിന്തിച്ചു. എന്നാൽ ഓരോ തവണയും ആശയങ്ങൾ വഴിമുട്ടി നിന്നു. സ്വഹാബികൾക്ക് അവരുടെ ദീൻ കൂടുതൽ തവണയും സമാധാനത്തോടെയും പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അവർ അറിവിനായി ആകാംക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ സുരക്ഷിതമായി ഒത്തുചേരാൻ അവർക്ക് മാർഗമില്ലായിരുന്നു. ഇങ്ങനെ ഒരു പരിഹാരവുമില്ലാത്ത സമയത്ത് അല്ലാഹു എപ്പോഴും ഒരു വഴി നൽകി. മൂസാ നബി അലൈഹി അസ്സലാത്തു വസ്സലാം ഫിറഔനിന്റെ കൊട്ടാരത്തിൽ വളർത്തപ്പെട്ടതുപോലെ ഇപ്പോൾ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായ അബൂജഹലിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു സഹായി വരാൻ പോവുകയായിരുന്നു. അല്ലാഹു തന്റെ കുടുംബത്തിൽ നിന്ന് ധൈര്യശാലിയായ ഒരു യുവാവിനെ തെരഞ്ഞെടുത്തു. അർക്കം ബിൻ അബി അൽ അർക്കം എന്ന 17 വയസ്സുകാരൻ. അദ്ദേഹം ആദ്യകാല വിശ്വാസികളിൽ ഒരാളായിരുന്നു. അദ്ദേഹം വിവാഹം കഴിച്ചിട്ട് അധികമായിരുന്നില്ല. വിവാഹ സമ്മാനമായി അദ്ദേഹത്തിന്റെ പിതാവ് മക്കയിലെ ഏറ്റവും മനോഹരമായ വീടുകളിലൊന്നു നൽകി. അതിന് വലിയ ഹാളും പൂന്തോട്ടവും ധാരാളം സ്ഥലവുമുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായും അത് സഫാ കുന്നിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും അകലെയും അപകടത്തിൽ നിന്നും സുരക്ഷിതവുമായിരുന്നു ആ വീട്. റസൂലുള്ളാഹി അലൈഹി അസ്സലാത്തു വസ്സലാമിന് ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും അത് തികച്ചും അനുയോജ്യമായിരുന്നു. അവരന്വേഷിച്ചിരുന്ന വിദ്യാലയം ഇതാകാം. പക്ഷേ അർഖം ഇത് അംഗീകരിക്കുമോ? ഇത് വലിയൊരു അപകട സാധ്യതയായിരുന്നു. ഇത് ചെയ്യുന്നയാൾ മക്കയിലെ ശത്രുക്കളുടെ നേരിട്ടുള്ള ലക്ഷ്യമായി മാറും. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ ഒരാൾ അബൂജഹലായിരിക്കുമ്പോൾ. പുറത്തു മുസ്ലിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടിട്ടും വിഗ്രഹാരാധകർ സ്വന്തം കുടുംബാംഗങ്ങളോട് പോലും കരുണ കാണിക്കില്ലായിരുന്നു.
ഈ വഴി തെരഞ്ഞെടുക്കുന്നത് എളുപ്പമായിരുന്നില്ല. എന്നിട്ടും അർക്കം സമ്മതിച്ചു. ഒരു യുവവിവാഹിതൻ മക്കയിലെ ഏറ്റവും മികച്ച വീടുകളിലൊന്നിൽ താമസിക്കുന്നു. ഞാൻ സമാധാനത്തോടെ എന്റെ ജീവിതം അനുഭവിക്കുമെന്ന് പറയുന്നതിനു പകരം അദ്ദേഹം അപകടം സ്വീകരിക്കുകയും ദാവത്തിനായി തന്റെ വീട് തുറന്നുകൊടുക്കുകയും ചെയ്തു. അന്നു മുതൽ അദ്ദേഹത്തിന്റെ വീട് ചരിത്രത്തിൽ ദാറുൽ അർക്കം എന്ന് ഓർമ്മപ്പെട്ടു. നിരവധി സത്യങ്ങൾ അവിടെ പഠിപ്പിക്കപ്പെട്ടു. നിരവധി തീരുമാനങ്ങൾ അവിടെ എടുക്കപ്പെട്ടു. ഇസ്ലാമിന്റെ അടിത്തറ അവിടെ സ്ഥാപിക്കപ്പെട്ടു. യദ്രിബ് മദീനയായി മാറണമെങ്കിൽ, ഇസ്ലാം ലോകമെമ്പാടും വ്യാപിക്കണമെങ്കിൽ അതെല്ലാം ആ വീട്ടിൽ നിന്നായിരിക്കും തുടങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അന്വേഷിച്ചിരുന്നതെല്ലാം ആ വീട്ടിലുണ്ടായിരുന്നു. അബൂജഹലിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെയൊരു നടപടിയെടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു 17 വയസ്സുകാരനായിരിക്കും ഇത് ചെയ്യുന്നതെന്ന് അവർ ഒരിക്കലും വിശ്വസിക്കില്ലായിരുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവജനങ്ങൾ എന്നെ പിന്തുണച്ചു. സ്വഹാബികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രായമായവരെയാണ് സങ്കൽപ്പിക്കാറ്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഏറ്റവും വലിയ സ്വഹാബികളിൽ പലരും ചെറുപ്പക്കാരായിരുന്നു. ഉദാഹരണത്തിന് അലി ബിൻ അബി ത്വാലിബ് മുസ്ലിമായപ്പോൾ 10 വയസ്സ്, അബ്ദുള്ള ബിൻ ഉമറിന് 13 വയസ്സ്, സെയ്ദ് ബിൻ ഹാരിസക്ക് 15 വയസ്സ്, അബ്ദുള്ള ബിൻ മസ്ഊദ്, സുബൈർ ബിൻ അൽ അവ്വാം എന്നിവർക്ക് 16 വയസ്സ്, തൽഹ ബിൻ ഉബൈദുള്ള, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അർക്കം ബിൻ അബി അൽ അർക്കം, സാദ് ബിൻ അബി വക്കാസ് എന്നിവർക്ക് 17 വയസ്സ്, മുസബ് ബിൻ ഉമേറിന് 18 മുതൽ 20 വയസ്സുവരെ, ജാഫർ ബിൻ അബി ത്വാലിബിന് 22 വയസ്സ്. അങ്ങനെ അവർ പ്രായമായവരായിരുന്നില്ല. 3 വർഷക്കാലം സ്വഹാബികൾ ദാറുൽ അർക്കമിൽ ഖുറൈശികളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരുമിച്ചുകൂടി. അവരുടെ ഹൃദയങ്ങൾ ഈമാനിന്റെ വെളിച്ചത്താൽ നിറഞ്ഞിരുന്നു. അടുത്ത ബിന്ദുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക. ഈ ഇസ്ലാമിലേക്കുള്ള ക്ഷണം എപ്പോഴും രഹസ്യമായിരിക്കുമോ? തീർച്ചയായുമില്ല. ഖുറൈശികൾ ഇതിനോടകം സംഭവിക്കുന്നതെന്താണെന്ന് കേട്ടിരുന്നു. ഇനി അത് ഒളിച്ചുവെക്കേണ്ട കാര്യമില്ലായിരുന്നു. സത്യം എല്ലാവരുമായി പങ്കുവെക്കേണ്ട സമയം വന്നിരുന്നു. പക്ഷേ റസൂലുള്ളാഹി എവിടെ നിന്ന് തുടങ്ങും? ദൈവിക കൽപ്പന വന്നു, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക. ഈ കൽപ്പനയിൽ റസൂലുള്ളാഹി വളരെയധികം ഭാരവും വിഷമവും അനുഭവിച്ചു. അദ്ദേഹം ദിവസങ്ങളോളം വീട്ടിൽ തന്നെ കഴിഞ്ഞു, പുറത്തുപോയില്ല. നബിയെ ഏറെ സ്നേഹിച്ച അമ്മായിമാർ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ശ്രദ്ധിച്ച് വേവലാതിപ്പെട്ടു. അവർ തിടുക്കപ്പെട്ട് നബിയുടെ അടുത്തെത്തി ആകാംക്ഷയോടെ ചോദിച്ചു, നിങ്ങൾക്ക് അസുഖമാണോ? റസൂലുള്ളാഹി മറുപടി പറഞ്ഞു, എനിക്കൊരു പരാതിയുമില്ല, എനിക്ക് അസുഖമില്ല. എന്നാൽ എന്റെ അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അബ്ദുൽ മുത്തലിബിന്റെ പുത്രന്മാരെ ഒരുമിച്ചുകൂട്ടി അവരെ അല്ലാഹുവിൽ വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മായി പറഞ്ഞു, അവരെ ഒരുമിച്ചുകൂട്ടുക, പക്ഷേ അബൂലഹബിനെ ക്ഷണിക്കരുത്. അബൂലഹബ് ഒരിക്കലും നബിയുടെ ക്ഷണം സ്വീകരിക്കില്ലായിരുന്നു. അദ്ദേഹം നബിയുടെ അമ്മാവന്മാരിൽ ഒരാളായിരുന്നു. ഇസ്ലാമിന്റെ ഏറ്റവും വെറുക്കപ്പെട്ട ശത്രുക്കളിൽ ഒരാളായി അദ്ദേഹം വർഷങ്ങളോളം ഇസ്ലാമിനെ ആക്രമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പദ്ധതി തയ്യാറാക്കി. ബന്ധുക്കളെ അത്താഴത്തിന് ക്ഷണിക്കാനുള്ള സമയമായി. ഭക്ഷണം തയ്യാറാക്കി. അബ്ദുൽ മുത്തലിബിന്റെ പുത്രന്മാർ വീട്ടിലെത്തി. ഏകദേശം 40 പേർ ഒത്തുകൂടി. അവരിൽ അബൂലഹബും ഉണ്ടായിരുന്നു. അവർ മേശയിലിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാംസം കഷണങ്ങളാക്കി. ബിസ്മില്ലാ, കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം സ്വയം ഭക്ഷണം കഴിച്ചില്ല. സംസാരിക്കാനുള്ള നിമിഷത്തിനായി കാത്തിരുന്നു. എന്തു പറയണമെന്ന് ശ്രദ്ധാപൂർവം ആലോചിച്ചു. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ കണ്ട കാഴ്ചയിൽ ഞെട്ടി. അനുഗ്രഹങ്ങളുടെ ഒരു അത്ഭുതം സംഭവിച്ചിരുന്നു. എല്ലാവർക്കും ഭക്ഷണം നൽകിയിട്ടും അതാദ്യമുണ്ടായിരുന്നതുപോലെ തന്നെ പൂർണ്ണമായി ശേഷിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചു. ആ നിമിഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അബൂലഹബ് ഇടപെട്ടു. ഇതുപോലൊരു മായജാലം ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു വലിയ മന്ത്രം കൊണ്ട് നിങ്ങളെ മയക്കിയിരിക്കുന്നു. ഇതൊരു വ്യക്തമായ അത്ഭുതമായിരുന്നു അവർ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്. എന്നാൽ അബൂലഹബിന്റെ ഹൃദയവും മനസ്സും അത് മനസ്സിലാക്കാൻ അടഞ്ഞിരുന്നു. അല്ലാഹു തന്റെ പ്രവാചകനെ ഒരു ദൂതനായി അയച്ചപ്പോൾ ആളുകൾക്ക് കാണാൻ തെളിവുകൾ ആവശ്യമായിരുന്നു. എല്ലാ പ്രവാചകന്മാർക്കും അത്ഭുതങ്ങളുണ്ടായിരുന്നു. ഒരു നിയമം മാറ്റുകയാണെങ്കിൽ അത് അല്ലാഹു തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസനെ
പ്രവാചകനായി അംഗീകരിച്ചു എന്നതിന്റെ തെളിവായിരുന്നു. അതുകൊണ്ട് അത്ഭുതങ്ങൾ ആവശ്യമായിരുന്നു. നബിയുടെ ജീവിതത്തിലുടനീളം ഇനിയും പലതും കാണുമായിരുന്നു. എന്നാൽ അബൂലഹബ് ഈ അത്ഭുതത്തെ മാരണം എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടുതൽ പരുഷമായി. നിങ്ങൾ നിങ്ങളുടെ ആളുകൾക്ക് ഇത്രയധികം ദുരിതവും തിന്മയും കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നദ്ദേഹം തുടർന്നും പറഞ്ഞു. അദ്ദേഹം വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയും കൂട്ടം പിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്തു. ഫലമായി റസൂലുള്ളാഹിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല. ബന്ധുക്കളെല്ലാം നിശബ്ദരായി പിരിഞ്ഞുപോയി. ഈ കൽപ്പനയുടെ ഭാരത്താൽ ദിവസങ്ങളോളം വിഷമിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സുകൊണ്ട് തയ്യാറാകി. എന്തു പറയണമെന്ന് ആലോചിച്ചു. എന്നാൽ ആ തയ്യാറെടുപ്പുകളെല്ലാം അപ്രതീക്ഷിതമായൊരു തടസ്സത്താൽ പെട്ടെന്ന് തകർന്നുപോയി. അങ്ങനെ ക്ഷീണിച്ച മറ്റൊരു ദിവസം അവസാനിച്ചു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും എഴുന്നേൽക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു. ഏറ്റവും ക്ഷീണിച്ച നിമിഷങ്ങളിലും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിരാശയ്ക്ക് സ്ഥാനമില്ലായിരുന്നു. ഓരോ തവണയും അദ്ദേഹം കൂടുതൽ ശക്തിയോടെ തന്റെ വഴി തുടർന്നു. അടുത്ത ദിവസം അദ്ദേഹം സ്വയം സജ്ജനായി വീണ്ടും ബന്ധുക്കളെ ഭക്ഷണത്തിനായി ക്ഷണിച്ചു. അതിഥികൾ പതിയെ എത്തിക്കൊണ്ടിരുന്നു. അബൂലഹബ് ഇത്തവണയും അവിടെയുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ റസൂലുള്ളാഹി ശ്രദ്ധാലുവായിരുന്നു. അവർ മേശയിലിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇനി സംസാരിക്കാനുള്ള സമയമായിരുന്നു. അബൂലഹബ് എന്തെങ്കിലും പറയുന്നതിനു മുൻപ് റസൂലുള്ളാഹി എഴുന്നേറ്റ് നിന്ന് പ്രസംഗം ആരംഭിച്ചു. സർവസ്തുതിയും അല്ലാഹുവിന് മാത്രം. ഞാൻ അവനെ സ്തുതിക്കുന്നു. അവനോട് മാത്രം സഹായം തേടുന്നു. ഞാൻ അവനിൽ വിശ്വസിക്കുന്നു, അവനെ ആശ്രയിക്കുന്നു. ഞാൻ നിങ്ങളോട് പൂർണ്ണ നിശ്ചയത്തോടെ പറയുന്നു, അല്ലാഹുവല്ലാതെ ദൈവമില്ല. അവനേകനാണ്. അവന് പങ്കാളിയോ തുല്യനോ ഇല്ല. ഈ വാക്കുകൾക്ക് ശേഷം അദ്ദേഹം തന്റെ ലക്ഷ്യം വിശദീകരിച്ചു. തന്റെ കുടുംബത്തിനു വേണ്ടി മേച്ചിൽ സ്ഥലം കണ്ടെത്തുന്ന ഒരാൾ അവരോട് കള്ളം പറയില്ല. അല്ലാഹുവാണേ, ഞാൻ എല്ലാ മനുഷ്യരോടും കളവ് പറഞ്ഞിരുന്നെങ്കിൽ പോലും നിങ്ങളോട് കള്ളം പറയില്ലായിരുന്നു. ഞാൻ എല്ലാവരെയും വഞ്ചിച്ചിരുന്നെങ്കിൽ പോലും നിങ്ങളെ വഞ്ചിക്കില്ലായിരുന്നു. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അല്ലാഹുവിൽ വിശ്വസിക്കാനാണ്. അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ അവന്റെ ദൂതനാണ്. പ്രത്യേകമായി നിങ്ങൾക്കും മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടിയാണ് എന്നെ അയച്ചിരിക്കുന്നത്. അനന്തരം അദ്ദേഹം തന്റെ സന്ദേശം സംഗ്രഹിച്ചു തുടർന്നു. അല്ലാഹുവാണേ, നിങ്ങൾ ഉറങ്ങുന്നതുപോലെ തന്നെ നിങ്ങൾ മരിക്കും. ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതുപോലെ നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ടിവരും. നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മ ലഭിക്കും. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ വാക്കും ഹൃദയത്തിൽ നിന്ന് വന്നതായിരുന്നു. അദ്ദേഹം ജന്നത്തിനെക്കുറിച്ചും ജഹന്നമിനെക്കുറിച്ചും സംസാരിച്ചു. പ്രസംഗത്തിന്റെ അവസാനം അദ്ദേഹം ബന്ധുക്കളെ ക്ഷണിച്ചു. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു പറയാൻ എളുപ്പമുള്ളതും എന്നാൽ കർമ്മങ്ങളുടെ തുലാസിൽ ഭാരമുള്ളതുമായ 2 വാക്കുകളിലേക്ക്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അപ്പോൾ നിങ്ങളിൽ ആരാണ് എന്റെ ക്ഷണം സ്വീകരിക്കുകയും എന്റെ സഹായിയും പിന്തുണക്കാരനുമായി തീരുകയും ചെയ്യുക? എന്നാൽ മുറിയിൽ നിശബ്ദത നിറഞ്ഞു. ആരുടെയും ശബ്ദം കേട്ടില്ല. അപ്പോൾ നിശബ്ദത ഭേദിച്ചുകൊണ്ട് 13 വയസ്സുമാത്രം പ്രായമുള്ള ധൈര്യമായ ഒരു ശബ്ദം സംസാരിച്ചു. അത് അലിയുടെ ശബ്ദമായിരുന്നു. ഓ റസൂലുള്ളാഹ്, ഞാൻ നിങ്ങളെ സഹായിക്കാം. അദ്ദേഹം അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനായിരുന്നിട്ടും. റസൂലുള്ളാഹി വീണ്ടും ചോദിച്ചു. പക്ഷേ 40-ൽ നിന്ന് മറ്റാരും പ്രതികരിച്ചില്ല. മറ്റാരെങ്കിലും മുന്നോട്ടു വരുമോ എന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, നിങ്ങളിൽ ആരാണ് എന്റെ ക്ഷണം സ്വീകരിക്കുകയും എന്റെ സഹായിയും പിന്തുണക്കാരനുമായി തീരുകയും ചെയ്യുക? മറ്റൊരു ശബ്ദം ഉയരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. എന്നാൽ 3-ാമത്തവണയും അലി മാത്രം കൈ ഉയർത്തി. എങ്കിലും ആ ഒരൊറ്റ കൈ മതിയായിരുന്നു. റസൂലുള്ളാഹിക്ക് ആവശ്യമുണ്ടായിരുന്ന കൈ അതായിരുന്നു. ആ രാത്രി ഒരുപാട് സംഭാഷണങ്ങൾ നടന്നു. എന്നാൽ 2 വ്യക്തമായ നിലപാടുകൾ വേറിട്ട് നിന്നു. ഒന്ന് അബൂതാലിബിൻ്റേതായിരുന്നു, മറ്റൊന്ന് അബൂലഹബിൻ്റേതും. ഇരുവരും അമ്മാവന്മാരായിരുന്നു. എങ്കിലും അവരുടെ പ്രതികരണങ്ങൾ തികച്ചും വിപരീതമായിരുന്നു. അബൂലഹബിന്റെ നിലപാട് മാറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഓ അബ്ദുൽ മുത്തലിബിന്റെ പുത്രന്മാരെ, ഇത് ശരിക്കുമൊരു ദുരന്തമാണ്. മറ്റുള്ളവർ അവനെതിരെ നടപടിയെടുക്കുന്നതിനു മുമ്പ് അവനെ തടയുക. ഇന്ന് നിങ്ങൾ അവനെ അനുസരിച്ചാൽ നിങ്ങൾക്ക് അപമാനവും ലജ്ജയും നേരിടേണ്ടി വരും.
നിങ്ങളവനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ കൊല്ലപ്പെടും. അദ്ദേഹം ദഅവത്ത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അബൂലഹബിനെ എതിർത്തത് അബൂത്വാലിബായിരുന്നു. ഈ വാക്കുകളിൽ അദ്ദേഹം കോപാകുലനായിരുന്നു. ഓ ഭീരു, അല്ലാഹുവാണേ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങളവനെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു, ഓ എന്റെ സഹോദരപുത്ര, നിങ്ങൾക്കെപ്പോഴെങ്കിലും ആളുകളെ ക്ഷണിക്കണമെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ ഞങ്ങളുടെ ആയുധങ്ങളെടുത്ത് നിങ്ങളോടൊപ്പം നിൽക്കും. എങ്കിലും അബൂത്വാലിബിന്റെ പിന്തുണ ഈമാനോടെയായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അബ്ദുൽ മുക്തലിബിന്റെ മതമുപേക്ഷിക്കാൻ എന്റെ ആത്മാവെന്നെ അനുവദിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ മതത്തിൽ മരിക്കും. റസൂലുള്ളാഹിക്ക് അദ്ദേഹം പ്രതീക്ഷിച്ച ഫലം ലഭിച്ചില്ല. അതിഥികൾ പോയി മറ്റൊരു വഴി കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. നിരാശയെ കീഴടക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. ആളുകൾ സന്ദേശം സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാം. എന്നാൽ മുന്നറിയിപ്പ് നൽകുക, ക്ഷണിക്കുക, സത്യമെല്ലാവിധത്തിലും വിശദീകരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ കടമയായിരുന്നു. അദ്ദേഹത്തിനൊരു പദ്ധതി ആവശ്യമായിരുന്നു. മക്കയിലെ ജനങ്ങളെ ഒരിടത്തൊരുമിച്ചുകൂട്ടി തന്റെ സന്ദേശം കൈമാറാനൊരു വഴി കണ്ടെത്തണമായിരുന്നു. അദ്ദേഹം ആലോചിച്ചു. അവസാനം അദ്ദേഹത്തിന് ഉത്തരം ലഭിച്ചു. സഫാക്കുന്നിലെ വിളി. ഒരു ദിവസം മക്കയിലൊരുച്ചത്തിലുള്ള നിലവിളി കേട്ടു. യാ സബാഹ, എന്നാൽ ആപത്ത് വന്നിരിക്കുന്നു. എന്തായിരുന്നു ഈ ശബ്ദം? അത് സഫാക്കുന്നിൽ നിന്നാണ് വന്നിരുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ ആകാംക്ഷയോടെ ആളുകൾ ഓടിയെത്തി. പെട്ടെന്നൊരു ജനക്കൂട്ടം തടിച്ചുകൂടി. ഖുറൈശികളുടെ എല്ലാ കുടുംബങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അവിടെയുണ്ടായിരുന്നു. ഇത്രയധികം ആളുകളെ ഒരുമിച്ചുകൂടാൻ മാത്രം പ്രാധാന്യമുള്ളതെന്തായിരുന്നു? ഈ വാചകം ഒരു അടിയന്തര കോളായിരുന്നു. മക്കയിലെ ആളുകൾ ഇത് കേൾക്കുമ്പോൾ ഗുരുതരമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നവർക്കറിയാമായിരുന്നു. കൂട്ടം ചേർന്നതിനു ശേഷം ആരാണവരെ വിളിച്ചതെന്നവർ നോക്കി. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അബൂലഹബും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തു പറയുമെന്ന് കേൾക്കാൻ ആളുകൾക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മറക്കാത്ത ഒരു പ്രസംഗം നൽകി. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ മലയുടെ പിന്നിൽ അല്ലെങ്കിൽ ഈ താഴ്വരയിൽ ശത്രുസൈന്യം ഒളിച്ചിരിക്കുന്നു. അവർ രാവിലെയോ വൈകുന്നേരമോ നിങ്ങളെ ആക്രമിക്കാൻ തയ്യാറാണ്. നിങ്ങളെന്നെ വിശ്വസിക്കുമോ? ആളുകൾ പ്രതികരിച്ചു. തങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസം സ്ഥിരീകരിച്ചു. എങ്കിൽ അറിയുക, വരാനിരിക്കുന്ന ഒരു വലിയ ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവനാണ്. സർവശക്തനായ അല്ലാഹു എന്നോട് എന്റെ അടുത്ത ബന്ധുക്കളെ പരലോകശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അല്ലാഹു ഏകനാണ് എന്നു പറയാനാണ്. അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ അവന്റെ ദാസനും ദൂതനുമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ഇതറിയുക, അല്ലാഹു ഏകനാണ് എന്ന് നിങ്ങൾ പറയുന്നില്ലെങ്കിൽ ഈ ലോകത്തും പരലോകത്തും നിങ്ങളെ സഹായിക്കാൻ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ വാക്കുകളിൽ അബൂലഹബ് രോഷാകുലനായി. സ്വന്തം കുടുംബത്തിൽ പോലും ഈ സന്ദേശം സഹിക്കാൻ കഴിയാത്തയാൾക്ക് ഖുറൈശികളോട് മുഴുവൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? എന്നിട്ടദ്ദേഹം അവസാനത്തെ അറ്റം കണ്ട ഒരു പ്രവൃത്തി ചെയ്തു. ഒരിക്കൽ കൂടി അദ്ദേഹം ഇസ്ലാമിന്റെ സന്ദേശം തടയാൻ ശ്രമിച്ചു. ദേഷ്യത്തിൽ അദ്ദേഹം കുനിഞ്ഞ് ഒരു കൈ നിറയെ മണ്ണെടുത്ത് തന്റെ സഹോദരപുത്രനെതിരെ എറിഞ്ഞു. അദ്ദേഹം അലറി, നിന്റെ കൈകൾ നശിക്കട്ടെ! ഇതിനുവേണ്ടിയാണോ നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ചുകൂട്ടിയത്? അദ്ദേഹം എറിഞ്ഞ മണ്ണ് സഹോദരപുത്രനെതിരെ മാത്രമല്ലായിരുന്നു, അത് അല്ലാഹുവിന്റെ ദീനിനും വഹീക്കും എതിരായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കാരുണ്യത്തിന്റെ വിളിക്കും ശാശ്വതമായ സ്വർഗത്തിലേക്കുള്ള ക്ഷണത്തിനും എതിരായിരുന്നു. റസൂലുള്ളാഹിക്ക് ഇത് എത്രത്തോളം വേദനയുണ്ടാക്കിയിരിക്കുമെന്ന് സങ്കൽപ്പിക്കുക. താൻ ഏറ്റവും കൂടുതൽ പിന്തുണ പ്രതീക്ഷിച്ച സ്വന്തം അമ്മാവൻ അദ്ദേഹത്തോട് ഇത്തരത്തിൽ പെരുമാറുകയായിരുന്നു. അദ്ദേഹവും ഭാര്യയും അവരുടെ ജീവിതകാലം മുഴുവൻ പ്രവാചകനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമായിരുന്നു. എന്നാൽ ഈ പ്രവൃത്തിയിലൂടെ അബൂലഹബ് തന്റെ വിധി സ്വയം അടച്ചുറപ്പിച്ചു. ഹിദായത്തിന്റെ വാതിലുകൾ അദ്ദേഹത്തിനായി പൂർണ്ണമായും അടഞ്ഞു. ഈ ജീവിതത്തിൽ തന്റെ പരീക്ഷയിൽ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. അപ്പോഴാണ് സൂറത്തുൽ മസദ് അവതരിച്ചത്, അദ്ദേഹത്തിന്റെ ഭയാനകമായ അന്ത്യം പ്രഖ്യാപിച്ചുകൊണ്ട്. ഇസ്ലാമിനെ നിഷേധിക്കുന്ന ഒരാൾക്ക് ഈ ആയത്ത് യഥാർത്ഥത്തിൽ ഒരു വെല്ലുവിളിയായിരുന്നു. അബൂലഹബ് വിശ്വസിച്ചിരുന്നെങ്കിൽ അത് ആയത്ത് തെറ്റാണെന്ന് തെളിയിക്കുമായിരുന്നു. അദ്ദേഹം വിശ്വസിച്ചതായി നടിച്ചാൽ പോലും ഇതേ പ്രശ്നമുണ്ടായിരുന്നു.
ഇസ്ലാമിനെ വെല്ലുവിളിക്കണമെങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നാൽ മതിയായിരുന്നു. എന്നിട്ടെന്താണ് സംഭവിച്ചത്? ഈ സൂറത്ത് അവതരിച്ചതിനു ശേഷവും അദ്ദേഹം 7 വർഷം കൂടി ജീവിച്ചു. അവസാനം വരെ അദ്ദേഹം ഇസ്ലാമിന്റെ ശത്രുവായി തുടർന്നു. ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം അവിശ്വാസത്തിൽ മരിച്ചു. ഇസ്ലാമിനെതിരെ എന്തും ചെയ്യാൻ തയ്യാറായ ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഈ അത്ഭുതകരമായ അവസരം ഉപയോഗിക്കാതിരുന്നത്? കൂടുതൽ പ്രധാനമായി, റസൂലുള്ളാഹി കള്ളം പറയുകയായിരുന്നെങ്കിൽ എന്തിനാണ് ഇത്രയും വലിയൊരു അപകടസാധ്യതയെടുത്തത്? ഉത്തരം ലളിതമായിരുന്നു. അല്ലാഹു ഇങ്ങനെ നിശ്ചയിച്ചു. അവൻ ഭൂതവും ഭാവിയും എല്ലാ നിമിഷവും അറിയുന്നു. അബൂലഹബ് തനിക്കുവേണ്ടി തെരഞ്ഞെടുക്കുന്നത് എന്തായിരിക്കുമെന്ന് അവൻ വെളിപ്പെടുത്തി. പ്രവാചകൻ ഒരു സംശയമില്ലാതെ സന്ദേശം കൈമാറി. കാരണം ആ വാക്കുകൾ അല്ലാഹുവിൽ നിന്നുള്ളതായിരുന്നു. റസൂലുള്ളാഹി സംസാരിച്ചു നിർത്തിയ ശേഷം ജനക്കൂട്ടത്തിൽ നിന്ന് ആരും പ്രതികരിച്ചില്ല. മുമ്പ് കേട്ടിട്ടില്ലാത്ത ഒരു പ്രസംഗമാണ് അവർ കേട്ടത്. എന്നിട്ടും അവർ പ്രതികരണം കാണിച്ചില്ല. അവർ പരസ്പരം മന്ത്രിച്ചുകൊണ്ട് പതിയെ നടന്നുപോയി. ഇപ്പോൾ ഒരു പുതിയ യുഗം ആരംഭിച്ചിരുന്നു. ഒരു തുറന്ന ക്ഷണം, ഒരു പൊതുവായ വിളി, ഒന്നും ഒളിച്ചിരുന്നില്ല. ഈ നിമിഷം ഒരു വഴിത്തിരിവായിരുന്നു. ഇത് ഒരു ഗോത്രത്തിനുള്ള സന്ദേശമായിരുന്നില്ല, മറിച്ച് ലോകത്തിനുള്ള മുഴുവൻ രക്ഷയുടെ പാതയായിരുന്നു. പക്ഷേ വില കുറവായിരുന്നില്ല. റസൂലുള്ളാഹിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പീഡനം, അധിക്ഷേപം, അപവാദം, അടിച്ചമർത്തൽ എന്നിവ നേരിടേണ്ടി വരും. നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച അതേ ആളുകൾ തന്നെ അദ്ദേഹത്തിന് ദുരിതം നൽകും. കരിയിൽ നിന്ന് വജ്രങ്ങൾ വേർതിരിയുന്നതുപോലെ പരിശുദ്ധമായതും അശുദ്ധമായതും മക്കയിൽ വെളിപ്പെടും. ക്രൂരത ശക്തിപ്പെടും. ഒരു വഴി കണ്ടെത്താൻ ശ്രമിക്കും. താമസിയാതെ ഇസ്ലാം വിദൂരദേശങ്ങളിൽ പ്രതിധ്വനിക്കും. ഒരുപിടി വിശ്വാസികളുമായി പ്രയാസങ്ങൾ വരും, പക്ഷേ അതിനോടൊപ്പം ആശ്വാസവും വരും. വിശ്വാസികളുടെ സഹനം. ഇതായിരുന്നു ആ കഥയുടെ അടുത്ത ഭാഗം. റസൂലുള്ളാഹി കാബയ്ക്ക് അഭിമുഖമായി നമസ്കരിക്കുന്ന മറ്റൊരു ദിവസമായിരുന്നു അത്. അദ്ദേഹത്തിനു ചുറ്റും വെറുപ്പു നിറഞ്ഞ കണ്ണുകളായിരുന്നു. എന്നാൽ അദ്ദേഹം അവരുടെ പരിഹാസങ്ങളെയും അധിക്ഷേപങ്ങളെയും അവഗണിച്ച് തന്റെ നമസ്കാരം തുടർന്നു. എങ്കിലും ആ വെറുപ്പുള്ള നോട്ടങ്ങൾ ഇനി സംഭവിക്കാൻ പോകുന്നതിന്റെ അടയാളമായിരുന്നു. അദ്ദേഹം സുജൂദിലേക്ക് പോയി. നമസ്കാരത്തിലെ ഏറ്റവും സമാധാനപരമായ നിമിഷങ്ങളിലൊന്നായിരുന്നു അത്. എന്നാൽ ഹൃദയശൂന്യരായ മുശ്രിക്കുകൾ തങ്ങളുടെ അവസരം കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാത്തപ്പോൾ അവർ ഒട്ടകത്തിന്റെ കുടലെടുത്ത് അദ്ദേഹത്തിന്റെ തോളിലേക്ക് എറിഞ്ഞു. അദ്ദേഹം സുജൂദിലായിരിക്കുമ്പോൾ സൂര്യന്റെ ചൂടിൽ ആ അറപ്പുളവാക്കുന്ന ദുർഗന്ധം സഹിക്കാനാവാത്തതായി. അദ്ദേഹത്തിന് ശ്വാസമെടുക്കാൻ പ്രയാസമായി. എന്നിട്ടും അദ്ദേഹം തന്റെ നമസ്കാരം മുറിച്ചില്ല. അബൂജഹൽ പൊട്ടിച്ചിരിച്ചു. തീർച്ചയായും ഇത് അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു. കാരണം അറിവുകൊണ്ട് സത്യത്തെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനാൽ ഏറ്റവും താഴ്ന്ന രീതിയിൽ അതിനെ അപമാനിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിയപ്പോഴും നമസ്കാരം തുടരാൻ അദ്ദേഹത്തിന് ശക്തി നൽകിയതെന്തായിരുന്നു? അവരുടെ ചിരി അവഗണിച്ചു പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് ശക്തി നൽകിയതെന്തായിരുന്നു? ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഖുറൈശികളിലെ ഏറ്റവും ആദരണീയനായ വ്യക്തിയായിരുന്നില്ലേ? ഇത്രയും വെറുപ്പ് നേരിടാൻ അദ്ദേഹം തയ്യാറായതെന്തുകൊണ്ടാണ്? ഈ അധിക്ഷേപങ്ങൾക്കിടയിലും അദ്ദേഹത്തെ അചഞ്ചലനാക്കിയതെന്തുകൊണ്ടായിരുന്നു? ആ നിമിഷം അദ്ദേഹത്തിന്റെ മകൾ ഫാത്തിമ അദ്ദേഹത്തെ കണ്ടു. അവൾ ഭയന്നുപോയിരുന്നു. അബതി, അബതി, എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്റെ പ്രിയപ്പെട്ട പിതാവേ. ഈ കാഴ്ചയിൽ അവളുടെ ചെറിയ ഹൃദയം വിറച്ചു. കണ്ണുനീരോടെ അവൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി. അവൾ പ്രയാസപ്പെട്ട് തോളിൽ നിന്ന് അഴുക്കു നീക്കം ചെയ്തു, വസ്ത്രങ്ങൾ തുടച്ചു വൃത്തിയാക്കി. എന്നിട്ട് കോപം നിറഞ്ഞവളായി ആ ഹൃദയശൂന്യരായ ആളുകളുടെ നേർക്ക് അവൾ അവരോട് അലറി. ഒരു കുട്ടിയും തന്റെ പിതാവിനെ ഇങ്ങനെ കാണേണ്ടി വരില്ല. എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ സുഖപ്രദമായൊരു ജീവിതം നയിക്കാൻ കഴിയുമായിരുന്നിട്ടും ഈ സഹനം ഏറ്റെടുക്കാൻ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട്? കാരണം അദ്ദേഹം ഫാത്തിമയോട് പറഞ്ഞത് വെറും ആശ്വാസവാക്കുകൾ മാത്രമായിരുന്നില്ല. അത് സത്യം തന്നെയായിരുന്നു. എന്റെ മകളെ, ദുഃഖിക്കരുത്. അല്ലാഹു നിന്റെ പിതാവിനെ ഒരിക്കലും കൈവെടിയുകയില്ല. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഒരിടത്തേക്കെത്തിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, സത്യസന്ധത, അദ്ദേഹത്തിന്റെ ദൗത്യം. ഇന്ന് കാബയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ദശലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി ആരാധനയ്ക്കായി യാത്ര ചെയ്യുന്നുവെന്ന് നമ്മൾ പറയും. എണ്ണമറ്റ വിശ്വാസികൾ ദുആയിൽ കൈയുയർത്തുന്നു,
പ്രാർത്ഥനകൾ അന്തരീക്ഷത്തിൽ നിറയ്ക്കുന്നു. എന്നാൽ ആ ദിവസങ്ങളിൽ കഅബ ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ചെറിയൊരു കൂട്ടം സഹാബികൾ അടുത്തായി ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് സ്വതന്ത്രമായി ആരാധനയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. പോകുന്ന ആരും അപകടസാധ്യതകൾ സ്വീകരിക്കേണ്ടി വരുമായിരുന്നു. അവരുടെ എണ്ണം ചെറുതാണെന്ന് അവർക്കറിയാമായിരുന്നു. അവർ അപകടം മണത്തു. എന്നിട്ടും അവർ ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കാനും സത്യം പ്രഖ്യാപിക്കാനും ആഗ്രഹിച്ചു. ഈമാൻ പ്രകാശിച്ച ഒരു ഹൃദയത്തിന് നിർത്തുക എന്നത് ഒരു ഓപ്ഷനായിരുന്നില്ല. പ്രത്യേകിച്ചും ആ ഹൃദയം ഒരു സഹാബിയുടേതാണെങ്കിൽ. ഒരു ദിവസം ഒരു കൂട്ടം വിശ്വാസികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഅബയ്ക്കടുത്തു പോകാൻ പ്രേരിപ്പിച്ചു. അവരൊരുമിച്ച് ഒരിടത്തിരുന്നു. ആ നിമിഷം ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഒരു കൂട്ടവും അവിടെയുണ്ടായിരുന്നു. അതൊരു അപകടകരമായ സാഹചര്യമായിരുന്നു. എന്നാൽ അബൂബക്കറിന് തന്റെ ഹൃദയത്തിൽ കത്തുന്ന സത്യം കാരണം നിശബ്ദനായിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മറ്റേ കൂട്ടത്തിലേക്ക് തിരിഞ്ഞ് ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് എത്ര വിഡ്ഢിത്തവും ഉപയോഗശൂന്യവുമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹൃദയത്തിൽ വെറുപ്പ് നിറഞ്ഞ മുസ്രിക്കുകളെ കോപാകുലരാക്കി. അവർക്ക് അധികം നേരം അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹിക്ക് നേരെ അധിക്ഷേപം വിളിച്ചു പറയാൻ തുടങ്ങി. എന്നാൽ അതവർക്ക് മതിയായില്ല. അവർ തങ്ങളുടെ ദേഷ്യം അബൂബക്കറിൽ തീർക്കാൻ ആഗ്രഹിച്ചു. അവർ അദ്ദേഹത്തെ വലയം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്തു. അവർ വന്യമൃഗങ്ങളെപ്പോലെ ആവർത്തിച്ച് അദ്ദേഹത്തെ അടിച്ചു. ഒരവസരത്തിൽ ഉത്ബത്ത് ബിൻ റബിയ അദ്ദേഹത്തെ നിലത്തേക്കെറിഞ്ഞു. അതിനു മുകളിൽ കയറി കഠിനമായ ഷൂസ് കൊണ്ട് അദ്ദേഹത്തിന്റെ തലയിൽ ക്രൂരമായി ചവിട്ടി. എന്നിട്ടും അയാൾ തൃപ്തനായില്ല. അയാളുടെ മുഖത്ത് പിടിച്ച് നിലത്തുകൂടി വലിച്ചിഴച്ചു. രക്തവും പൊടിയും അദ്ദേഹത്തിന്റെ മുഖത്ത് നിറഞ്ഞു. ഈ ഭയാനകമായ മർദ്ദനത്തിനു ശേഷം അദ്ദേഹം ബോധരഹിതനായി വീണു. അദ്ദേഹത്തിന്റെ ഗോത്രത്തിലെ ചില ആളുകൾ ഇടപെട്ട് ആക്രമണം നിർത്തിയപ്പോൾ മാത്രമാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാൽ വൈകുന്നേരം വരെ അദ്ദേഹം ഉണർന്നില്ല. ഉണർന്നപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ചത് ഇതാണ്: റസൂലുള്ളാഹി എന്തു ചെയ്യുന്നു? അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ഇതൊന്നും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടില്ലാത്തതുപോലെ, ഒന്നും അറിഞ്ഞിട്ടില്ലാത്തതുപോലെയായിരുന്നു. റസൂലുള്ളാഹി മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. നബിക്ക് നേരെ എറിഞ്ഞ അധിക്ഷേപങ്ങളെക്കുറിച്ച് അദ്ദേഹം വിഷമിച്ചു. ഖുറൈശി നബിയോട് എന്തു ചെയ്തു എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അദ്ദേഹത്തിന്റെ മുഖം രക്തത്തിൽ കുളിച്ചിരുന്നു. ശരീരം മുറിവുകളാൽ നിറഞ്ഞിരുന്നു. എന്നിട്ടും ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾ എന്തെങ്കിലും കഴിക്കുകയും കുടിക്കുകയും വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഇല്ല, റസൂലുള്ളാഹിയെക്കുറിച്ച് ഒരു വാർത്തയും അറിയാതെ ഞാൻ ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യില്ല. ആ ദിവസങ്ങളിലെ മറ്റൊരു ഉദാഹരണമായിരുന്നു അബ്ദുല്ലാ ഇബ്നു മസ്ഊദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിഞ്ഞ് മറ്റാരും പരസ്യമായി ഖുർആൻ ഓതുന്നില്ല എന്നത് ചില സ്വഹാബികൾക്ക് ദുഃഖമുണ്ടാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റാരും ഖുറൈശികളുടെ മുന്നിൽ വെച്ച് ഖുർആൻ ഉച്ചത്തിൽ വായിച്ചിരുന്നില്ല. അവർ ചിന്തിച്ചു, ഖുർആൻ പരസ്യമായി വായിച്ചാൽ ഒരുപക്ഷെ ആളുകൾക്ക് മനസ്സുമാറ്റം വന്നേക്കാം. ഒരുപക്ഷെ ഈ കഠിനമായ ദിവസങ്ങൾ അവസാനിച്ചേക്കാം. ഒരുപക്ഷെ അവർ സത്യം കാണാനിടയായേക്കാം. എന്നാൽ ഇത് ചെയ്യാൻ ആർക്കാണ് ധൈര്യമുണ്ടായിരുന്നത്? ഖുറൈശികൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഖുർആൻ ഓതുന്ന ആരെയും തീർച്ചയായും ആക്രമിക്കുമായിരുന്നു. അടിയൊഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. അവരിത് ചർച്ച ചെയ്യുമ്പോൾ ഇബ്നു മസ്ഊദ് മുന്നോട്ട് വന്നു. അവരിൽ ഏറ്റവും ദുർബലനൊരുപക്ഷെ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന് 20കളുടെ തുടക്കമായിരുന്നു പ്രായം. എന്നാൽ ഒരു മടിയുമില്ലാതെ അദ്ദേഹം പറഞ്ഞു, ഞാനത് ചെയ്യാം. അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. ഖുറൈശികൾ ഒരാളെ ഉപദ്രവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവനെ സംരക്ഷിക്കാൻ ശക്തമായ കുടുംബമുള്ളയൊരാളായിരിക്കണം. എന്നാൽ അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് ഈ ഭാരം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. അദ്ദേഹം ആരെയും ഭയപ്പെട്ടില്ല. അടുത്ത ദിവസം അദ്ദേഹത്തിന് കൂടുതൽ കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. എന്ത് സംഭവിച്ചാലും സത്യം പ്രഖ്യാപിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഒരുപക്ഷെ ഒരാൾ മാത്രം കേട്ടേക്കാം. ഒരുപക്ഷെ ഒരാൾ മാത്രം സത്യം കണ്ടെത്തിയേക്കാം. അങ്ങനെയാണെങ്കിൽ പോലും അത് വിലപ്പെട്ടതാണ്. അദ്ദേഹം കഅബയിലേക്ക് നടന്നു. ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ അദ്ദേഹം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം സൂറത്തുർ റഹ്മാൻ തുടർന്നു. അദ്ദേഹം ഓതിയ വാക്കുകൾ സാധാരണ സംസാരം പോലെയായിരുന്നില്ല. ഖുറൈശികളുടെ ചെവികൾക്ക് പോലും അത് മനുഷ്യന്റെ വാക്കുകളല്ലെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അവർ മനസ്സിലാക്കി, ഇതാണ് ഖുർആൻ. ഉടനെ തന്നെ അവർ അദ്ദേഹത്തിന്റെ നേർക്ക് പാഞ്ഞെത്തി. ഈ വാക്കുകൾ ആളുകൾ കേൾക്കാൻ അനുവദിക്കാനാവില്ല. കാരണം കേട്ടാൽ അവർ അതിൽ സ്വാധീനപ്പെട്ടേക്കാം. ഈ വാക്കുകളുടെ ശക്തി, അവരുടെ ഹൃദയത്തിൽ ചെലുത്തുന്ന സ്വാധീനം അവർക്ക് പോലും നിഷേധിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ മനസ്സ് ഈ ദിവ്യവചനങ്ങളുമായി മല്ലിടുമ്പോൾ അവർക്കെങ്ങനെ ജനങ്ങൾക്കിത് വിശദീകരിക്കാൻ കഴിയും? അവർ അബ്ദുല്ലാ ഇബ്നു മസ്ഊദിനെ വളഞ്ഞു.
അവരാവർത്തിച്ച് അദ്ദേഹത്തെ മർദ്ദിച്ചു. എന്നിട്ടും അദ്ദേഹം നിർത്താൻ വിസമ്മതിച്ചു. ഖുർആൻ അല്ലാഹുവിന്റെ അനന്തമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അതേ ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ നിങ്ങളുടെ നാഥന്റെ ഏതനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുക? ആ നിമിഷം അബ്ദുള്ള ഇബ്നു മസ്ഊദ് തന്നെ ആക്രമിക്കുന്നവരെ വെല്ലുവിളിച്ചു. മർദ്ദിക്കപ്പെടുമ്പോഴും അദ്ദേഹം മക്കയിലെ നേതാക്കളെ അവഗണിച്ചു. അദ്ദേഹം സത്യം പ്രഖ്യാപിക്കുന്നത് തുടർന്നു. ആ നിമിഷം ഖുറൈശികളുടെ ബലഹീനതയുടെ വ്യക്തമായ തെളിവായിരുന്നു. സത്യത്തിനെതിരെ അവർക്കൊരിക്കലും നിൽക്കാൻ കഴിയില്ല എന്ന് കാണിക്കുന്ന ഒരു രംഗമായിരുന്നു അത്. അദ്ദേഹത്തിന് ശക്തിയില്ലാതാകുന്നതുവരെ ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന് അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ നിന്ന് പ്രതിധ്വനിച്ചു. അതെല്ലാം അവസാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ ദുഃഖത്തോടെ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ അവർ വിഷമിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ലളിതവും ഭയമില്ലാത്തതുമായിരുന്നു. ഇപ്പോഴെന്റെ കണ്ണിൽ അവരേക്കാൾ ബലഹീനരോ നിയമമില്ലാത്തവരോയായ ശത്രുക്കൾ വേറെയില്ല. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ നാളെ വീണ്ടും പോയി കൂടുതൽ ഖുർആൻ അവർക്ക് ഓതിക്കൊടുക്കാം. ഖുറൈശികൾ എന്തു ചെയ്താലും അടുത്ത ദിവസം അവർ മുസ്ലിമിനെ മുമ്പത്തേതിനേക്കാൾ ശക്തനായി കണ്ടെത്തുമായിരുന്നു. ഒരു വിശ്വാസിയും തങ്ങളുടെ ദീൻ ഉപേക്ഷിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സന്ദേശം നൽകുന്നത് ഒരു നിമിഷം പോലും നിർത്തിയില്ല. അബൂതാലിബിനുള്ള അന്ത്യശാസനം. ഈ വാക്കുകൾ പറയുന്നത് നിർത്താൻ മുഹമ്മദിനെന്തു വേണം എന്നു ഖുറേശികൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അവർ സ്വകാര്യമായി ഒത്തുകൂടി പരസ്പരം ചർച്ച ചെയ്തു. എന്നാൽ അവരുടെ ദേഷ്യം വർദ്ധിക്കുക മാത്രമേ ചെയ്തുള്ളൂ. എന്തുകൊണ്ടാണ് ഒന്നും ഫലിക്കാത്തത്? ഇതെവിടെ അവസാനിക്കും? ഒരു വഴി തേടുന്നതിനിടയിൽ അവരുടെ മനസ്സിൽ ഒരു പേര് വന്നു. പ്രവാചകനെ ശ്രദ്ധിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് അദ്ദേഹത്തിനായിരിക്കും. 30 വർഷത്തിലേറെയായി അദ്ദേഹത്തിന് പിതാവിനെപ്പോലെയായിരുന്ന അദ്ദേഹത്തിന്റെ അമ്മാവൻ അബൂത്വാലിബ്. അബൂത്വാലിബ് മക്കയിലെ ആദരണീയനായ മൂപ്പന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം സമ്പന്നനായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ബഹുമാനം വലുതായിരുന്നു. ആളുകൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും ആദരവോടെ പെരുമാറുകയും ചെയ്തു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിലും അദ്ദേഹവും സഹോദരപുത്രനും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതായിരുന്നു. പരസ്പര സ്നേഹവും വിശ്വസ്തതയും ആദരവും ഉണ്ടായിരുന്നു. ഇതേ ആവശ്യം ഉന്നയിച്ചവർ അദ്ദേഹത്തിന്റെ അടുത്തുവരുന്നത് ഇതാദ്യമായിരുന്നില്ല. എന്നാൽ മുൻപ് അബൂത്വാലിബ് അവരെ ദയായുള്ള വാക്കുകൾ കൊണ്ട് പറഞ്ഞയക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ അവർ മുൻപത്തേക്കാൾ ഗൗരവത്തിലായിരുന്നു. അവർ വ്യക്തമായൊരാവശ്യം ഉന്നയിച്ചാണ് വന്നത്. ഓ അബൂത്വാലിബേ, നിങ്ങൾ ഞങ്ങളുടെ മൂപ്പന്മാരിലൊരാളാണ്. നിങ്ങൾ നിങ്ങളുടെ സഹോദരപുത്രൻ ചെയ്യുന്നതിൽ നിന്ന് അവനെ തടയണമെന്നു പറയാൻ ഞങ്ങൾ നിങ്ങളുടെ അടുത്തു വന്നു. എന്നാൽ നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിച്ചില്ല. അല്ലാഹുവാണയ്യ, ഞങ്ങളുടെ പിതാക്കളെ അധിക്ഷേപിക്കുന്നതും ഞങ്ങളുടെ പൂർവികരെ വിഡ്ഢികളെന്ന് വിളിക്കുന്നതും ഞങ്ങളുടെ ദൈവങ്ങൾക്കെതിരെ സംസാരിക്കുന്നതും ഞങ്ങൾക്കിനി സഹിക്കാൻ കഴിയില്ല. ഒന്നുകിൽ നിങ്ങൾ അവനെ ഈ കാര്യങ്ങൾ പറയുന്നത് നിർത്താൻ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ അവനോടും നിങ്ങളോടും പോരാടും, ഒരു പക്ഷം നശിക്കുന്നതുവരെ. അവരുടെ ഭീഷണികൾ വൃദ്ധനായ അദ്ദേഹത്തെ ഭയപ്പെടുത്തി. ഇത്തവണ അവർ മുൻപത്തേക്കാൾ ദൃഢനിശ്ചയമുള്ളവരായിരുന്നു. അദ്ദേഹം തന്റെ ജീവിതകാലം മുഴുവൻ ഈ ഗോത്രത്തോടൊപ്പമാണ് ചിലവഴിച്ചത്. വർഷങ്ങളോളം അവർക്കിടയിൽ ബഹുമാനം നേടി. അവരിൽ നിന്ന് ഒറ്റപ്പെടുന്നത് അദ്ദേഹം ആഗ്രഹിച്ചില്ല. എന്നാൽ മറുവശത്ത് തന്റെ പ്രിയപ്പെട്ട സഹോദരപുത്രനെ, അദ്ദേഹത്തെ ഉപേക്ഷിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോഴദ്ദേഹത്തിന് എന്തു ചെയ്യാൻ കഴിയും? അദ്ദേഹത്തിന്റെ ഹൃദയം കുടുങ്ങിയതുപോലെ തോന്നി. ആഴത്തിൽ ചിന്തിച്ചതിനു ശേഷം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു. ഓ എന്റെ സഹോദരപുത്ര, നിങ്ങളുടെ ആളുകളിലെ മൂപ്പന്മാർ എന്റെ അടുത്ത് വന്നിരിക്കുന്നു. നിങ്ങൾ അവരോട് പറയുന്ന കാര്യങ്ങൾ അവർ എന്നോട് പറഞ്ഞു. ദയവായി എന്നോടും നിന്നോടും കരുണ കാണിക്കുക. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ഭാരം ഞങ്ങളുടെ മേൽ വയ്ക്കരുത്. നിങ്ങളുടെ ആളുകളെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് നിർത്തുക. ഈ സാഹചര്യം പ്രയാസകരമായിരുന്നു. ബന്ധുക്കളോടൊത്തുള്ള ഒത്തുചേരലിൽ അബൂതാലിബ് ഉറച്ചുനിന്നിരുന്നു. ഇതുവരെ അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരേ ഒരാൾ അദ്ദേഹമായിരുന്നു. അദ്ദേഹം വഴിമാറിപ്പോവുകയാണോ? അദ്ദേഹവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപേക്ഷിക്കുമോ? വാക്കുകൾ ഭാരമുള്ളതായിരുന്നു. സമ്മർദ്ദം ക്ഷീണിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ റസൂലുള്ളാഹിക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. തനിക്കൊരൊറ്റ സംരക്ഷകൻ മാത്രമേയുള്ളൂ.
ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥനായ അല്ലാഹു ലോകം മുഴുവൻ തനിക്കെതിരെ തിരിഞ്ഞാലും പ്രശ്നമില്ല. കാരണം അവൻ ഉദ്ദേശിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് അല്ലാഹുവിന്റെ ദീനായിരുന്നു. ഇത് ഒരു വ്യക്തിയെയും ആശ്രയിച്ചിരുന്നില്ല. അല്ലാഹു ഉദ്ദേശിച്ചാൽ വ്യത്യസ്ത ആളുകളിലൂടെ വ്യത്യസ്ത വഴികളിലൂടെ അതിന് ശക്തിപ്പെടുത്തും. ആ നിമിഷം റസൂലുള്ളാഹി ഒരിക്കലും മറക്കാത്ത വാക്കുകൾ പറഞ്ഞു. ഇതറിയുക, ഓ എന്റെ അമ്മാവാ, അവർ സൂര്യനെ എന്റെ വലതുകൈയിലും ചന്ദ്രനെ എന്റെ ഇടതുകൈയിലും വച്ചാൽ പോലും ഞാൻ ഈ ദീൻ ഉപേക്ഷിക്കുകയില്ല, ഈ സന്ദേശം ഉപേക്ഷിക്കുകയില്ല. ഒന്നുകിൽ അല്ലാഹു ഈ ദീനിന് വിജയം നൽകും, അല്ലെങ്കിൽ ഞാൻ അതിനായി എന്റെ ജീവൻ നൽകും. ഈ വാക്കുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. സ്വന്തം അമ്മാവൻ കൈവെടിയുന്നത് അദ്ദേഹത്തിന് എളുപ്പമായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ തീരുമാനം വ്യക്തമായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നടന്നുപോയി. എങ്കിലും അദ്ദേഹത്തിന്റെ ആ ഉറപ്പ് അബൂത്വാലിബിനെ ആഴത്തിൽ സ്പർശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധൈര്യം അദ്ദേഹത്തെ സ്പർശിച്ചു. ഓ എന്റെ സഹോദരപുത്രാ, നിങ്ങളുടെ ദൗത്യം തുടരുക. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക. അല്ലാഹുവാണ്. ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ ആർക്കും കൈമാറുകയില്ല. ഒരിക്കൽ കൂടി മുശ്രിക്കുകൾ പരാജയപ്പെട്ടു. അവർക്കെങ്ങനെ വിജയിക്കാൻ കഴിയും? മരണം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം അവരുടെ ഭീഷണികളെ അവരുടെ നേർക്ക് തിരിച്ചടിച്ചു. സൂര്യനെ എന്റെ വലതുകൈയിലും ചന്ദ്രനെ എന്റെ ഇടതുകൈയിലും വച്ചാൽ പോലും എന്ന് പറഞ്ഞപ്പോൾ അതൊരു ആലങ്കാരിക പ്രയോഗം മാത്രമായിരുന്നില്ല. ആകാശങ്ങളും ഭൂമിയും ഈ സത്യത്തിന് സാക്ഷികളായിരുന്നു. ധിക്കാരത്തിന്റെ വേരുകൾ. പക്ഷെ ഖുറൈശികൾ തളർന്നില്ല. അമ്മാവനിലൂടെ അദ്ദേഹത്തെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ മറ്റൊരു വഴി ശ്രമിക്കും. അദ്ദേഹത്തിന് ആഗ്രഹിക്കാവുന്നതെല്ലാം അവർ വാഗ്ദാനം ചെയ്തു. അവരൊരു നിർദ്ദേശവുമായി അദ്ദേഹത്തിന്റെ അടുത്തു വന്നു. നിങ്ങൾക്ക് സമ്പത്ത് വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ധാരാളം തരും. നിങ്ങൾ ഞങ്ങളിൽ ഏറ്റവും ധനികനായിരിക്കും. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവാക്കാം. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കൽപ്പനയ്ക്കെതിരായി പോകയില്ല. നിങ്ങൾക്കൊരു രാജാവാകണമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഒരു രാജാവാക്കാം. എന്നാൽ അവർ വാഗ്ദാനം ചെയ്തതെല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചു. അദ്ദേഹം കള്ളം പറയുകയായിരുന്നെങ്കിൽ എന്തിനാണിങ്ങനെ ഒരു വാഗ്ദാനം നിരസിക്കുന്നത്? അദ്ദേഹത്തിന് എന്ത് വ്യക്തിപരമായ നേട്ടമാണ് ലഭിച്ചത്? കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമല്ലാതെ മറ്റെന്താണ് അദ്ദേഹം നേടിയത്? സത്യം വ്യക്തമായിരുന്നു. ഖുർആനിലെ വാക്കുകളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളും മുശ്രിക്കുകളെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം വിശ്വാസങ്ങളിലുള്ള അവരുടെ ഉറപ്പ് മങ്ങിപ്പോവുകയായിരുന്നു. എന്നിട്ടും അവർ എതിർത്തുനിന്നു. അവർ വിശ്വസിക്കാൻ വിസമ്മതിച്ചു. എന്തുകൊണ്ട്? അവരുടെ നിഷേധത്തിനെ അവരെ ഇത്രയധികം ഷാഠ്യമുള്ളവരാക്കിയത് എന്താണ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗൗരവമായി എടുക്കുന്നതിനു പകരം അവർ അദ്ദേഹത്തെ പരിഹസിച്ചത്? ഖുർആൻ ഓതുമ്പോൾ അവർ എന്തിനാണ് ചെവികളടച്ചത്? സൂര്യന്റെ വെളിച്ചം ഇത്ര വ്യക്തമായിട്ടും അവർ എന്തിനാണ് കണ്ണുകളടച്ചത്? അവരുടെ നിഷേധത്തിന്റെ കാതൽ അഹങ്കാരവും ഈഗോയുമായിരുന്നു. ഈ ദാവത്ത് അവർ സ്വീകരിച്ചിരുന്നെങ്കിൽ വർഷങ്ങളോളം തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കേണ്ടി വരുമായിരുന്നു. ഒരഭിമാനിയായ വ്യക്തിക്ക് ഒരു തെറ്റ് സമ്മതിക്കുക എന്നത്, പ്രത്യേകിച്ചും ഇത്രയും വലിയൊരു കാര്യത്തിൽ, അത്യധികം പ്രയാസകരമായിരുന്നു. അവരുടെ പിതാക്കന്മാർക്കും പൂർവികർക്കും തെറ്റുപറ്റിയെന്ന് വിശ്വസിക്കാൻ അവർ ആഗ്രഹിച്ചില്ല. അവരുടെ അഹങ്കാരം വ്യക്തിപരം മാത്രമല്ല, അവരുടെ മുഴുവൻ വംശപരമ്പരയുമായി ബന്ധിപ്പിക്കപ്പെട്ടതായിരുന്നു. അബൂത്വാലിബിന്റെ അടുത്ത് വന്നപ്പോൾ അവർ ഉപയോഗിച്ച വാക്കുകൾ ഓർക്കുക. അവൻ ഞങ്ങളുടെ പിതാക്കന്മാരെയും പൂർവികരെയും അധിക്ഷേപിക്കുന്നു. അവൻ ഞങ്ങളെ വിഡ്ഢികളെന്ന് വിളിക്കുന്നു. സീറയുടെ താളങ്ങളിലൂടെ നോക്കിയാൽ ഈ വാക്കുകൾ വീണ്ടും വീണ്ടും നിങ്ങൾ കണ്ടെത്തും. വർഷങ്ങളോളം അവർ വിഗ്രഹങ്ങൾക്ക് മൃഗങ്ങളെ ബലിയർപ്പിച്ചു. എല്ലാ ദിവസവും അവർ വീടുകളിൽ നിന്ന് പുറപ്പെടുന്നതിനു മുമ്പ് തങ്ങളുടെ പ്രതിമകളെ തൊടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതെല്ലാം വെറുതെയായിരുന്നുവെന്ന് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ പൂർവികരുടെ പാരമ്പര്യമാണ് അവർക്ക് സത്യത്തേക്കാൾ പ്രധാനമായി മാറിയത്. മറ്റൊരു തരം അഹങ്കാരവുമുണ്ടായിരുന്നു. പ്രവാചകൻ വന്ന കുടുംബത്തോടുള്ള അവരുടെ അതൃപ്തി. ഒരവസരത്തിൽ അബൂജഹൽ സത്യം സമ്മതിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിച്ച ശേഷം അദ്ദേഹം ഒരു അനുചരന്റെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു, അല്ലാഹുവാണേ, അവൻ പറയുന്നത് സത്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ സത്യമാണെന്നറിഞ്ഞിട്ടും അദ്ദേഹം എന്തിനാണത് സ്വീകരിക്കാതിരുന്നത്?
കാരണം അടുത്ത വാചകത്തിൽ അദ്ദേഹം തന്റെ ഗോത്രത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രവുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങി. അവർ അഭിമാനിക്കുന്ന ഗുണങ്ങൾ അദ്ദേഹം എണ്ണിപ്പറഞ്ഞു. 2 ഗോത്രങ്ങളെയും അടുത്തടുത്തോടുന്ന 2 കുതിരകളുമായി താരതമ്യം ചെയ്തു. എന്നാൽ അവസാനം അബൂജഹൽ എല്ലാം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം പറഞ്ഞു. ഇപ്പോഴവർ പറയുന്നു, ഞങ്ങളുടെ ഗോത്രത്തിൽ ഒരു പ്രവാചകനുണ്ട് എന്ന്. ഇല്ല, അല്ലാഹുവാണ്, എനിക്കിതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് സത്യമറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ അഹങ്കാരം അദ്ദേഹത്തെ കീഴടങ്ങാൻ അനുവദിച്ചില്ല. അബിസീനിയയിലേക്കുള്ള പലായനം. അവരുടെ ക്ഷമ നശിച്ചിരുന്നു. അവർക്കിനി ഇസ്ലാമിനെ ഒട്ടും സഹിക്കാൻ കഴിയില്ല. അവരുടെ വെറുപ്പിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും അവർ പ്രവാചകനെ ഉപദ്രവിക്കാൻ എല്ലാ അവസരവും തേടി. അദ്ദേഹം നമസ്കരിക്കുമ്പോൾ അവർ പിന്നിലൊളിച്ചു നിന്ന് അദ്ദേഹത്തെ കഴുത്തു ഞെരിക്കാൻ ശ്രമിക്കും. അദ്ദേഹം സുജൂദിൽ പോകുമ്പോൾ ഒരു കല്ലുകൊണ്ട് അദ്ദേഹത്തിന്റെ തല തകർക്കാൻ ശ്രമിക്കും. അവരദ്ദേഹത്തിന്റെ വീടിനു മുന്നിൽ മൃഗങ്ങളുടെ അഴുക്കുകൾ എറിയുമായിരുന്നു. ദിവസേന അദ്ദേഹം നടക്കുന്ന വഴികളിൽ മുള്ളുള്ള ചില്ലകൾ വിതറും. എവിടെ കണ്ടാലും അവർ ക്രൂരമായ അധിക്ഷേപങ്ങൾ വിളിച്ചു പറയും. എങ്കിലും അദ്ദേഹം ക്ഷമയോടെ എല്ലാം സഹിച്ചു. അദ്ദേഹം ഒരിക്കലും നിർത്തിയില്ല. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം കഅബയിലേക്ക് മടങ്ങുകയും വീണ്ടും നമസ്കരിക്കുകയും ചെയ്യും. അവർ ചെയ്തതൊന്നും അദ്ദേഹത്തെ തടയാൻ കഴിഞ്ഞില്ല. അതേ ഊർജത്തോടെ രാവും പകലും അദ്ദേഹം ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് തുടർന്നു. ഒരാത്മാവിനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ. അദ്ദേഹത്തിന് സ്വന്തം കാര്യത്തിൽ ഭയമുണ്ടായിരുന്നില്ല. എന്നാൽ തന്റെ അനുചരന്മാരെക്കുറിച്ച് അദ്ദേഹം ഭയപ്പെടാൻ തുടങ്ങി. മക്കയിലൊരു മുസ്ലിമായി ജീവിക്കുന്നത് ഓരോ ദിവസവും കൂടുതൽ പ്രയാസകരമായിക്കൊണ്ടിരുന്നു. പീഡനം അദ്ദേഹത്തിന് നേരെ മാത്രമല്ല, സ്വഹാബികൾക്ക് നേരെയും നടപ്പിലാക്കപ്പെട്ടു. ദിവസത്തിലേറ്റവും ചൂടേറിയ സമയങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിമീങ്ങളുടെ നിലവിളികൾ മക്കയിൽ പ്രതിധ്വനിക്കുമായിരുന്നു. നിലവിളിക്കാൻ പോലും ശക്തിയില്ലാത്തതുവരെ അവരെ അടിക്കുകയും ചാട്ടവാറുകൊണ്ട് പ്രഹരിക്കുകയും ചെയ്തു. ദാറുൽ അർഖം പോലും മുസ്ലിമീങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കാനിനി മതിയാകുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴി കണ്ടെത്താൻ തീരുമാനിച്ചു. തന്റെ അനുയായികൾക്ക് സ്വതന്ത്രമായി അവരുടെ ദീൻ അനുഷ്ഠിക്കാൻ കഴിയുന്ന ഒരിടം ചില സ്വഹാബികൾക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അതു പ്രവാചകത്വത്തിന്റെ 5-ാം വർഷമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ അനുചരന്മാരെ വിളിച്ചുകൂട്ടി. അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ടായിരുന്നു. നിങ്ങൾ നാട്ടിൽ വ്യാപിച്ചു പോവുക. അല്ലാഹു നിങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടിത്തരും. പക്ഷെ ഞങ്ങൾ എവിടേക്ക് പോകണം? അവർ ചോദിച്ചു. ഓ റസൂലുള്ളാഹ്, ഞങ്ങൾ എവിടെ പോകണം? അദ്ദേഹം തന്റെ അനുഗ്രഹീതമായ കൈയുയർത്തി ഒരു വിദൂരദേശത്തേക്ക് ചൂണ്ടി. അവിടെ കടൽ വഴിയെത്താൻ കഴിയുന്ന ഒരു രാജ്യമുണ്ട്, അബിസീനിയയുടെ നാട്ടിൽ. അതിന്റെ ഭരണാധികാരിയുടെ കീഴിൽ ആരും അനീതിക്കിരയാകുന്നില്ല. അതൊരു നീതിയുടെ നാടാണ്. ഒരുപക്ഷെ അല്ലാഹു നിങ്ങൾക്ക് അവിടെ ആശ്വാസം നൽകും. ചിലർ തങ്ങളുടെ ഇണകളോടൊപ്പം പോയി. മറ്റുള്ളവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു. റജബ് മാസത്തിൽ 15 സ്വഹാബികൾ ഷുഐബ് തുറമുഖത്ത് നിന്ന് പ്രത്യാശയുടെ ഒരു പുതിയ ദേശത്തേക്ക് കപ്പൽ കയറാൻ തയ്യാറെടുത്തു. ആ സംഘത്തിന്റെ തലവൻ ഉസ്മാനും അദ്ദേഹത്തിന്റെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖയ്യയുമായിരുന്നു. നിങ്ങൾ അവരുടെ സ്ഥാനത്ത് സ്വയം സങ്കൽപ്പിക്കുക. ഇതൊരു അവിശ്വസനീയമാം വിധം പ്രയാസകരമായൊരു തീരുമാനമായിരിക്കില്ലേ? ഈ അന്യദേശത്ത് തങ്ങളെ കാത്തിരിക്കുന്നതെന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു. മറുഭാഗത്ത് അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും വീടുകളും നാടും ഉപേക്ഷിക്കേണ്ടി വന്നു. അവർക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. ഇത് അവിശ്വസനീയമാം വിധം പ്രയാസകരമായി തോന്നുന്നില്ലേ? എങ്കിലും സ്വഹാബികൾക്ക് അല്ലാഹുവിന്റെ ദീനിനേക്കാൾ വിലയേറിയതായി മറ്റൊന്നുമുണ്ടായിരുന്നില്ല. ശാശ്വതമായ പരലോകം എല്ലാറ്റിനും മുകളിലായിരുന്നു. ഒരുപക്ഷേ ആ വിദൂരദേശത്ത് സത്യത്തിനായി ദാഹിക്കുന്ന ഹൃദയങ്ങളുണ്ടാകാം. ആദ്യത്തെ സംഘം പോയി മാസങ്ങൾക്ക് ശേഷം ജാഫർ ഇബ്നു അബി താലിബിന്റെ നേതൃത്വത്തിൽ മറ്റൊരു യാത്രാസംഘം പുറപ്പെട്ടു. ഇത്തവണ 18 സ്ത്രീകളടക്കം 101 പേർ യാത്രയ്ക്ക് തയ്യാറെടുത്തു. എന്നാൽ മക്കയിൽ തങ്ങിയവരെ നമ്മൾ മറക്കരുത്. അവർ തങ്ങിയത് എളുപ്പമുള്ള ജീവിതം നയിക്കാനായിരുന്നില്ല. അവരുടെ സാഹചര്യം പോയവരേക്കാൾ കഠിനമായിരുന്നു. അതൊരു വലിയ ത്യാഗത്തിന്റെ സമയമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചോ? അദ്ദേഹം പലായനം ചെയ്തവരിൽ ഉൾപ്പെട്ടിരുന്നോ? ഇല്ല. അദ്ദേഹം എപ്പോഴും ഏറ്റവും വലിയ അപകടമുള്ളിടത്തായിരുന്നു. അദ്ദേഹം മുന്നണിയിൽ നിന്നു. എന്ത് സംഭവിച്ചാലും അദ്ദേഹം തന്റെ കടമ ഉപേക്ഷിച്ചില്ല. നിരന്തരമായ വധഭീഷണി ഉണ്ടായിട്ടും അദ്ദേഹം ഒരിക്കലും നിർത്തിയില്ല. വർഷങ്ങൾക്ക് ശേഷം മദീനയിലേക്കുള്ള ഹിജ്റ വന്നപ്പോൾ അവസാനം പോയവരിൽ അദ്ദേഹവും ഉൾപ്പെടും. അബീസീനിയയിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങളെ ആദ്യം അവർ അവഗണിച്ചു. കൂടുതൽ പേർ പോയാൽ നമുക്ക് നല്ലത് എന്നവർ കരുതി. അതിനാൽ അവരിടപെട്ടില്ല. എന്നാൽ സംഘമായി പുറപ്പെടുന്നത് കണ്ടപ്പോൾ അവർ പരിഭ്രാന്തരായി. അബീസീനിയക്കാർ ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങിയാലോ?
സഹാബികൾ അവിടെയും സന്ദേശം പ്രചരിപ്പിച്ചാലോ? അവരെ ഒരിക്കലും തടയാൻ കഴിയാത്ത വിധം അവർ ശക്തരായാലോ? അവർ പ്രതികരിക്കാൻ വൈകിപ്പോയിരുന്നു. ഇപ്പോൾ അവർ ശരിക്കും ആശങ്കാകുലരായി. അവർ ദാറുൻ നദ്വയിൽ അടിയന്തരമായി യോഗം ചേർന്നു. അവർ ഒരു പ്രതിരോധ ആക്രമണം ആസൂത്രണം ചെയ്യേണ്ടിയിരുന്നു. ദാറുൻ നദ്വ ദാറുൽ അർക്കമിന് വിപരീതമായിരുന്നു. ഒന്നിൽ നിന്ന് വെളിച്ചം പരന്നു, മറ്റൊന്നിൽ നിന്ന് ഇരുട്ടു പരന്നു. ഇസ്ലാമിനെതിരായ അവരുടെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് അവിടെ വച്ചായിരുന്നു. ആ ദിവസം ഖുറൈശി നേതാക്കൾ വീണ്ടും കണ്ടുമുട്ടി. അവർക്ക് മുസ്ലിമീങ്ങളെ തിരിച്ചുകൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ? 2 വഴികളുണ്ടായിരുന്നു. അബീസീനിയക്കാരുടെ കണ്ണിൽ മുസ്ലിമീങ്ങളെ വിമതരായി ചിത്രീകരിക്കുക, ഇസ്ലാം അപകടകരമാണെന്ന് ഭരണാധികാരിയെ ബോധ്യപ്പെടുത്തുക. ഇന്നത്തെ വാക്കുകളിൽ അവർ അപവാദവും ദുഷ്പ്രചരണവും ഉപയോഗിക്കാൻ പദ്ധതിയിട്ടു. സഹാബികളെ അവരുടെ ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കിയ ശേഷവും അവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഒടുവിലൊരു തീരുമാനമെടുത്തു. അവരുടെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനെ അയക്കാൻ തീരുമാനിച്ചു. അംർ ഇബൻ അൽ ആസ് ആണത്. അദ്ദേഹത്തിന്റെ ദൗത്യം അബീസീനിയയിലേക്ക് പോവുക, തന്റെ കഴിവുകൾ ഉപയോഗിച്ച് മുസ്ലിമീങ്ങളെ തിരിച്ചയക്കാൻ രാജാവിനെ ബോധ്യപ്പെടുത്തുക. അംർ അനുയോജ്യമായ തിരഞ്ഞെടുപ്പായിരുന്നു. അദ്ദേഹം മുമ്പ് അബീസീനിയെ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സംസ്കാരമറിയാം. ആരോട് സംസാരിക്കണമെന്നും അവരെ എങ്ങനെ പ്രചോദിപ്പിക്കണമെന്നും അദ്ദേഹത്തിനറിയാം. രാജാവിനെ ഇഷ്ടപ്പെടുന്ന വില കൂടിയ സമ്മാനങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുത്തു. ഒരു കൂട്ടുകാരനെയും കൂട്ടി അദ്ദേഹം യാത്ര തിരിച്ചു. സമ്മാനങ്ങളുമായാണ് പോയത്. വ്യക്തമായ തന്ത്രവുമുണ്ടായിരുന്നു. ആദ്യം ഉദ്യോഗസ്ഥരുടെ സഹായം നേടുക. അദ്ദേഹം സമ്മാനങ്ങൾ നൽകി രാജകീയ ഉപദേഷ്ടാക്കളെ തന്നിലേക്ക് ആകർഷിക്കും. തന്റെ വാക്കുകൾ കൊണ്ടവരെ പ്രശംസിക്കും. അദ്ദേഹം ഏറ്റവും ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം രാജാവ് സഹാബികളെ വിളിച്ച് അവരുടെ ഭാഗം കേൾക്കുമോ എന്നതായിരുന്നു. ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോടൊപ്പം നിന്നാൽ മുസ്ലിമീങ്ങളോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് രാജാവിന് തോന്നിയേക്കാം. അപ്പോൾ എല്ലാം എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും. അദ്ദേഹം ഓരോരുത്തരെയായി കണ്ടെത്തി, തന്റെ പദ്ധതി നടപ്പിലാക്കി. അവസാനം അദ്ദേഹം പിന്തുണയുറപ്പിച്ചു. രാജാവിനെ നേരിടാനുള്ള സമയമായി. അമർ കുമ്പിട്ട് രാജാവിനെ അഭിവാദ്യം ചെയ്ത ശേഷം സംസാരിക്കാൻ തുടങ്ങി. ഓ രാജാവേ, ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് പുറത്തുപോയ ഞങ്ങളുടെ ജീവിതരീതി തകർത്തു. ഇപ്പോൾ നിങ്ങളുടെ നാടിനും ജനങ്ങൾക്കും ഭീഷണിയായ ഈ ആളുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അവർ ചെറുപ്പക്കാരും വിഡ്ഢികളുമാണ്. അവർ ഞങ്ങളുടെ മതമുപേക്ഷിച്ചു. എന്നിട്ടും അവർ നിങ്ങളുടേതിൽ പ്രവേശിച്ചില്ല. പകരം അവർ നിങ്ങൾക്കോ ഞങ്ങൾക്കോ ഒരിക്കലും അറിയാത്ത ഒരു പുതിയ വിശ്വാസം കൊണ്ടുവന്നു. അബിസീനിയയിലെ രാജാവ് അൽ നജാഷി ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഇതറിഞ്ഞിരുന്ന അമ്ര ശ്രദ്ധയോടെ കൂട്ടിച്ചേർത്തു. മറിയമിന്റെ മകനായ ഈസ ദൈവികനാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവർ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അവർ നിങ്ങൾക്കു മുമ്പിൽ കുമ്പിടില്ല. അവരെ ഞങ്ങൾക്ക് തിരികെ നൽകുക. അവർ അർഹിക്കുന്നതുപോലെ ഞങ്ങൾ അവരെ പരിപാലിക്കാം. അമ്ര കൈക്കൂലി നൽകിയ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചു. എന്നാൽ അൽ നജാഷി ഒരു വിവേകിയായ ഭരണാധികാരിയായിരുന്നു. മറുഭാഗം കേൾക്കാതെ അദ്ദേഹം ഈ ആരോപണങ്ങൾ അംഗീകരിച്ചില്ല. മുസ്ലിമീങ്ങളെ കോടതിയിൽ കൊണ്ടുവരാൻ അദ്ദേഹം ഉത്തരവിട്ടു. അതൊരു വാക്കുകളുടെ പോരാട്ടമായിരുന്നു. ബുദ്ധിക്കും വാചാലതയ്ക്കും പേരുകേട്ട അമ്രുബിൻ അൽ ആസും സത്യസന്ധനും ധൈര്യശാലിയുമായ ജാഫർ ഇബിന് അബി തോലിബൻ തമ്മിലുള്ള ഏറ്റുമുട്ടൽ സീറാ ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ വാദപ്രതിവാദങ്ങളിലൊന്നായിരുന്നു അത്. ചോദ്യങ്ങൾക്കുത്തരം നൽകുന്നതിനു മുമ്പ് ജാഫർ ഒരു അഭ്യർത്ഥന നടത്തി. ഖുറൈശി ദൂതന്മാരിൽ ഒരാൾ മാത്രമേ സംസാരിക്കാവൂ. അമ്ര സമ്മതിച്ചു, മുന്നോട്ടു വന്നു. അപ്പോൾ ജാഫർ 3 ചോദ്യങ്ങൾ ചോദിച്ചു. 1. ഞങ്ങൾ യജമാനന്മാരുടെ അടുക്കൽ തിരികെ ഏൽപ്പിക്കപ്പെടേണ്ട അടിമകളാണോ? 2. ഞങ്ങൾ ആരെയും അന്യായമായി കൊലപ്പെടുത്തിയതുകൊണ്ട് അവരുടെ കുടുംബങ്ങൾക്ക് ഞങ്ങളെ കൈമാറേണ്ടതുണ്ടോ? 3. ഞങ്ങൾ ആരുടെയെങ്കിലും സമ്പത്ത് മോഷ്ടിച്ചതുകൊണ്ട് കടം വീട്ടാൻ ബാധ്യസ്ഥരാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇല്ല എന്നായിരുന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങൾ പിന്തുടരുന്ന ഈ മതമെന്താണ്? ജാഫർ ഉറച്ചുനിന്ന് സംസാരിച്ചു. ഓ രാജാവേ, ഞങ്ങൾ അജ്ഞതയിലായിരുന്ന ഒരു ജനതയായിരുന്നു. ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചു, ചത്ത മൃഗങ്ങളെ ഭക്ഷിച്ചു, ഞങ്ങൾ എല്ലാത്തരം പാപങ്ങളും ചെയ്തു. ഞങ്ങൾ ബന്ധുബന്ധങ്ങൾ മുറിച്ചു, ബന്ധിത്വത്തോടെ ആദരവ് കാണിച്ചില്ല. ഞങ്ങൾ അയൽവാസികളുടെ അവകാശങ്ങൾ അവഗണിച്ചു. ഞങ്ങളിൽ ശക്തരായവർ ദുർബലരെ ചവിട്ടിമെതിച്ചു. ഈ അവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴാണ് അല്ലാഹു ഞങ്ങളിൽ നിന്നൊരു പ്രവാചകനെ അയച്ചത്. ഞങ്ങളുടെ സത്യസന്ധതയും ഉത്തമ വംശപരമ്പരയും പരിശുദ്ധിയും ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരാളെ,
അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനും ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും ആരാധിച്ചിരുന്ന കല്ലുകൾ, മരങ്ങൾ, സ്വർണം, വെള്ളി കൊണ്ടുള്ള വിഗ്രഹങ്ങൾ എന്നിവ ഉപേക്ഷിക്കാനും അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചു. സത്യസന്ധരായിരിക്കാനും അമാനത്തുകൾ നിറവേറ്റാനും കുടുംബബന്ധങ്ങൾ നിലനിർത്താനും അയൽവാസികളെ ആദരിക്കാനും പാപത്തിൽ നിന്നും രക്തച്ചൊരിച്ചിലിൽ നിന്നും അകന്നു നിൽക്കാനും അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. അദ്ദേഹം ഞങ്ങളെ ദുർമാർഗം, കളവ്, അനാഥരുടെ സമ്പത്ത് ഭക്ഷിക്കൽ, പരിശുദ്ധരായ സ്ത്രീകളെ വ്യഭിചാരമാരോപിക്കൽ എന്നിവയിൽ നിന്ന് വിലക്കി. ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു, അദ്ദേഹത്തെ പിന്തുടർന്നു. അല്ലാഹുവിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശം ഞങ്ങൾ സ്വീകരിച്ചു. ഇതിന്റെ പേരിൽ ഞങ്ങളുടെ ആളുകൾ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു. ഞങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കാനും വിഗ്രഹാരാധനയിലേക്ക് മടങ്ങാനും അവർ ഞങ്ങളെ പീഡിപ്പിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് അഭയം തേടി നിങ്ങളുടെ നാട്ടിലേക്ക് വന്നത്. നിങ്ങളുടെ ഭരണത്തിൻ കീഴിൽ ഞങ്ങൾ അനീതി നേരിടില്ലെന്ന് വിശ്വസിച്ച് ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ നിങ്ങളെ തിരഞ്ഞെടുത്തു. ജഅഫറിന്റെ വാക്കുകൾ കഴിഞ്ഞ 5-6 വർഷത്തെ സീറയുടെ ഒരു മഹത്തായ സംഗ്രഹമായിരുന്നു. മണിക്കൂറുകൾ എടുക്കാമായിരുന്ന കാര്യങ്ങൾ അദ്ദേഹം കുറച്ച് മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞു. അൽ നജ്ജാഷി ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളമുലഞ്ഞു. അദ്ദേഹത്തിന്റെ ആത്മാവിൽ എന്തോ ചലനം സംഭവിച്ചു. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അന്ത്യപ്രവാചകന്റെ പല ലക്ഷണങ്ങളും ജഅഫർ പറഞ്ഞതുമായി ഒത്തുപോയിരുന്നു. അദ്ദേഹത്തിന് കൂടുതൽ കേൾക്കാൻ ആഗ്രഹമുണ്ടായി. നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഏതെങ്കിലും വാക്യങ്ങൾ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. അല്ലാഹുവിന്റെ ഇഷ്ടത്താൽ പലായനത്തിന് തൊട്ടുമുമ്പ് സൂറത്ത് മറിയം അവതരിച്ചിരുന്നു. രാജാവ് ഒരു ക്രിസ്ത്യാനിയായതിനാൽ ഇതൊരു വലിയ നേട്ടമായിരുന്നു. ജഅഫർ ഈ അനുഗ്രഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം സൂറത്ത് മറിയമിലെ ആദ്യത്തെ 35 വാക്യങ്ങൾ ഓതാൻ തുടങ്ങി. രാജാവും അദ്ദേഹത്തിന്റെ പുരോഹിതന്മാരും ഉപദേഷ്ടാക്കളും ശ്രദ്ധയോടെ കേട്ടു. അവർ പ്രവാചകൻ സക്കരിയായെക്കുറിച്ചും പ്രവാചകൻ യഹ്യായെക്കുറിച്ചും കേട്ടു. മറിയം അലൈഹിസ്സലാമിനെക്കുറിച്ചും എങ്ങനെയാണ് അത്ഭുതകരമായി ഈസായെ ഗർഭം ധരിച്ചതെന്നും അവർ കേട്ടു. ഈസായുടെ ജനനത്തെക്കുറിച്ചും അദ്ദേഹം ഒരു ശിശുവായി സംസാരിച്ചതിനെക്കുറിച്ചും അദ്ദേഹം താൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ചതിനെക്കുറിച്ചും അവർ കേട്ടു. ഓരോ വാക്യത്തിലും വികാരങ്ങൾ ശക്തമായി. രാജാവിന്റെ താടി കണ്ണുനീരാൽ നനഞ്ഞു. പുരോഹിതന്മാരും കരയുന്നുണ്ടായിരുന്നു. ഈ വാക്കുകളായിരുന്നു അവരുടെ ആത്മാവ് തിരഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും കാലം ഈ സത്യത്തിൽ നിന്ന് അവർ എങ്ങനെ അകന്നുപോയി? അതേസമയം ഖുറൈശി ദൂതന്മാർ നിശബ്ദരായി നിന്നു, ശക്തിഹീനരായി. രാജാവ് മാറിപ്പോയിരുന്നു. അദ്ദേഹത്തിനിപ്പോൾ മുസ്ലിമീങ്ങളോട് വലിയ ആദരവുണ്ടായിരുന്നു. ഒടുവിൽ അൽ നജ്ജാഷി അമ്രിന്റെയും കൂട്ടുകാരന്റെയും നേരെ തിരിഞ്ഞു. ഇത് ഈസായ്ക്ക് നൽകിയ അതേ വെളിപാടാണ്. ഇത് ഒരേ ഉറവിടത്തിൽ നിന്ന് വരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ശക്തമായ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തിരിച്ചുപോവുക. അല്ലാഹുവാണേ, ഞാൻ അവരെ നിങ്ങൾക്കൊരിക്കലും കൈമാറുകയില്ല. എന്റെ നാട്ടിൽ അവർക്ക് ഒരു ദോഷവും സംഭവിക്കുകയുമില്ല. അംറിബ്നു അൽ-ആസിന് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ മുഴുവൻ പദ്ധതിയും പരാജയപ്പെട്ടു. അദ്ദേഹം കോപത്തോടെ കോടതി വിട്ടു. എന്നാൽ അദ്ദേഹം തോൽവി സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. ഇവിടെയെല്ലാം അവസാനിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു. പരാജയം അംഗീകരിക്കുന്നതിനു പകരം അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം വർദ്ധിച്ചു. അടുത്ത ദിവസം രാജാവിന്റെ അടുത്ത് മടങ്ങിയെത്താൻ അദ്ദേഹം ഒരു പുതിയ പദ്ധതി ആസൂത്രണം ചെയ്തു. ഇത്തവണ മറ്റൊരു കോണിൽ നിന്ന് ആക്രമിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. രാജാവിന്റെ പ്രതികരണം ഇന്നത്തേതുപോലെ ആയിരിക്കില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അല്ലാഹുവാണേ, അദ്ദേഹം പ്രഖ്യാപിച്ചു, നാളെ ഞാൻ അൽ നജ്ജാഷിയോട് എന്തെങ്കിലും പറയുന്നത് അവരെ ഈ നാട്ടിൽ നിന്ന് തുടച്ചുമാറ്റാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കും. അബിസീനിയയിൽ ഈ പോരാട്ടം നടക്കുമ്പോൾ മക്കയിൽ ഇതിലും വലിയ എന്തോ സംഭവിക്കുന്നുണ്ടായിരുന്നു. ഖുറൈശികളിലെ പ്രധാന വ്യക്തികൾ ഇസ്ലാം സ്വീകരിക്കാൻ പോകുന്നു. അത് മക്കയുടെ അടിത്തറയെ പിടിച്ചുലയ്ക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശക്തമായ ദുആക്ക് ഉത്തരം ലഭിക്കാൻ ഇതുപോലെയുള്ള ചരിത്രകഥകൾ കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക.